നമ്മുടെ ഈ മധുവായിൽ ഞായറാഴ്ച ദിവസമായാലും കുർബാനയുള്ള ദിവസങ്ങളിലും മധുവായിൽ കയറുന്ന കുട്ടികൾ മധുവായി വന്ന് കയറുന്നുണ്ട്. എന്നാൽ കയറുന്ന ആൾക്കാർ അന്നേ ദിവസം വരാതെ വെളിയിൽ നിന്നും വെച്ച് കുർബാനയെല്ലാം കഴിഞ്ഞ് അച്ഛനുമെല്ലാം ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഓടിച്ചാടി വന്ന് ത്രോണോസ് മുത്തുക, 4 വർഷം മുത്തി ഇറങ്ങിപ്പോകുന്നൊരു പഠിത്തരം എൻ്റെ പള്ളിയിൽ തന്നെ ഉണ്ട്. ഞാൻ കറക്റ്റ് അങ്ങ് പറയാമല്ലോ. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള അതെനിക്ക് വേണം. അല്ല, ശരിയാണോ തെറ്റാണോ എന്ന് പറയുന്നതിലും വിശുദ്ധ മദ്ബഹായിലേക്കുള്ള പ്രവേശനം എനിക്ക് തോന്നുന്നു പരിശുദ്ധ ബാബാ തിരുമേനിയുടെ ചോദ്യോത്തര വേളയിൽ ഉയർന്നു വന്ന ഒരു ചോദ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് അതുമായിട്ട് ബന്ധിപ്പിക്കാം. അംശവസ്ത്രം എന്ന് പറഞ്ഞാൽ ശുശ്രൂഷ കുപ്പായം ഇല്ലാതെ മദ്ബഹായിൽ പ്രവേശിക്കാമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട് അതിൻ്റെ കൂടെ. അത് ഔദ്യോഗികമായി പറഞ്ഞാൽ അങ്ങനെ പാടില്ലെന്നുള്ളതാണ്. വിശുദ്ധ മദ്ബഹായിലേക്കുള്ള പ്രവേശനം ഒരിക്കലും നമ്മുടെ കാഷ്വൽ ഡ്രസ്സിൽ പോകാനായിട്ട് പാടില്ല. അത് നമ്മൾ വിശുദ്ധ മദ്ബഹായിലേക്ക് പ്രവേശിക്കുമ്പോൾ അങ്ങനെ തന്നെ ശുശ്രൂഷ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ പള്ളിയിൽ വന്ന ഒരു വല്യച്ഛൻ, അന്ന് ഞാൻ മദ്ബഹായിൽ കയറുന്നില്ല, ഞാൻ രാവിലെ നമസ്കാരത്തിന് ചെന്നപ്പോൾ അച്ഛൻ അവിടെ ഇരിക്കുന്ന മറ തുറന്നിട്ടിട്ടുണ്ട്. അച്ഛൻ നമസ്കാരത്തിന് തുടങ്ങാനായിട്ടും അവിടെ ഇരിക്കുകയാണ്. അച്ഛനപ്പോൾ ചോദിക്കുന്നു, ആരാടാ നഗ്നനായി മദ്ബഹായിൽ? ഞാനങ്ങ് പേടിച്ചു പോയി, ആരെങ്കിലും നഗ്നനായിട്ട് മദ്ബഹായിൽ നിൽപ്പുണ്ടോ. ഞാൻ നോക്കിയപ്പോൾ ഒരാൾ ശുശ്രൂഷക്കുപ്പായമില്ല, അതാ മദ്ബഹായിൽ നിൽപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു, ആരാടാ നഗ്നനായി മദ്ബഹായിൽ എന്ന് പറയാം. മദ്ബഹായിൽ ശുശ്രൂഷക്കുപ്പായമില്ലാതെ പ്രവേശിക്കുന്നത് മദ്ബഹായെ നമ്മുടെ നഗ്നത അനാവരണമാക്കുകയാണ് എന്ന് പറയാറുണ്ട്. രണ്ടാമത് ചോദ്യത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, വിശുദ്ധ മദ്ബഹായിലെ ശുശ്രൂഷക്കാരൻ മദ്ബഹായിൽ വിശുദ്ധ കുർബാനയ്ക്ക് വരാതെ താഴെ നിന്ന് സംബന്ധിക്കുകയും വിശുദ്ധ കുർബാന കഴിയുന്നുണ്ടെങ്കിൽ ഓടിക്കയറി വന്ന് ത്രോണോസ് മുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. വിശുദ്ധ മദ്ബഹായിലെ ശുശ്രൂഷക്കാരൻ കുർബാന നടക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് താഴെ നിൽക്കുന്നത്? താഴെ നിൽക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി നിങ്ങൾ താഴെ നിന്നതിൻ്റെ കാരണം എന്നാ? നിങ്ങൾക്ക് അന്ന് ആ കുർബാനയിൽ സംബന്ധിക്കുവാനായിട്ട് സമയം കൊണ്ടോ ഒരുക്കം കൊണ്ടോ ഒന്നും സാധിക്കാത്തതുകൊണ്ടല്ലേ താഴെ വന്നു നിന്നേ. അപ്പോൾ പിന്നെ ഉടനെ ചാടി എങ്ങോട്ട് കയറുന്നേ? അത് നിരുത്സാഹപ്പെടുത്തുകയാണ് ഞാൻ വ്യക്തിപരമായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് എപ്പോഴും ശുശ്രൂഷ കുപ്പായം ധരിച്ചാരും പലരും അകത്ത് കയറാറില്ല. ആ നിലയിൽ അദ്ദേഹത്തിന് ഒന്ന് കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി അതല്ലെങ്കിൽ അതിൻ്റെ രീതി അനുസരിച്ച് കുപ്പായമില്ലാതെ കയറാൻ പാടില്ല. എങ്കിലും ഒരാൾക്ക് മദ്ബഹായിൽ ശുശ്രൂഷിക്കുന്ന ഒരാൾക്ക് ഒന്ന് കയറി പ്രാർത്ഥിക്കണം, ഒന്ന് മുത്തണം എന്ന് തോന്നിയാൽ അത് വലിയ അപരാധമാണെന്ന് പറഞ്ഞ് അയാളെ ആട്ടിപ്പുറത്താക്കേണ്ട കാര്യവും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് വിചാരിക്കുന്നത്. വിശുദ്ധ കുർബാന കൂദാശ നടക്കുമ്പോൾ ആ ആൾ പള്ളിയിലുണ്ടെങ്കിൽ അയാൾ ഒരിക്കലും അവിടെ നിൽക്കേണ്ട ആളല്ല. നിങ്ങളെ പ്രത്യേകം വിളിച്ച് മേളിൽ കയറ്റിയ ഒരാളാണ്. അതുകൊണ്ട് നിങ്ങൾ ആരാധനയിൽ സംബന്ധിക്കാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിൽക്കേണ്ട ആളാണ്. എന്നാൽ അന്ന് ചില പ്രത്യേക സാഹചര്യത്തിൽ നടക്കുന്നില്ല എങ്കിൽ ഒന്ന് കയറി പ്രാർത്ഥിച്ചിട്ട് പോകാനായിട്ട് ഞാൻ വീണ്ടും പറയുന്നു, ഇതെന്നെ മിസ്കോട്ട് ചെയ്യേണ്ട. ടെക്നിക്കലി നിങ്ങൾ കുപ്പായമില്ലാതെ അകത്ത് കയറാൻ പാടില്ല. എന്നാൽ അന്ന് ഒന്ന് കയറണമെന്ന് പറഞ്ഞ് ഒന്ന് കയറിയാൽ അയാളെ ഒത്തിരി അങ്ങ് ശാസിക്കുകയും അയാളെ പിന്നെ ഒരിക്കലും ആ മദ്ബഹായിലും പള്ളിയിലും കയറാത്ത വിധത്തിലാക്കുകയും ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ പക്ഷം. ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് കൈ ഒന്ന് ഉയർത്തിയാൽ മതി. ഇവിടെ ഉണ്ട് ഫ്രണ്ടിൽ. ഒരു മിനിറ്റ് ഇവിടെ കഴിഞ്ഞു. എൻ്റെ പേര് ആൽബിൻ. എൻ്റെ ഇടവക കുമ്പര സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് വലിയ കത്തീഡ്രൽ. നമ്മുടെ കൽക്കത്തോൻ സുനദോസില്ലേ, കൽക്കത്തോൻ സുനദോസ്, യേശുവിൻ്റെ ദുസ്വഭാവം ഏകസ്വഭാവം ഇല്ലേ, അതിനെ പറ്റി ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുമോ? എനിക്ക് എപ്പോഴും കൺഫ്യൂസ് ആവുന്ന കാര്യമാണ്. നമ്മുടെ വിശ്വാസം മാത്രം ഞാൻ പറയാം. നമ്മുടെ സഭയുടെ ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭയുടെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ ഞാൻ പറയാം. യേശു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു. ദൈവത്വവും മനുഷ്യത്വവും ഏകമായി യേശുവിൽ യോജിച്ചിരുന്നു. ഇതാണ് നമ്മുടെ സഭ അതിനെക്കുറിച്ച് പറയുന്നത്. ദ ഡിവിനിറ്റി ആൻഡ് ഹ്യൂമാനിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ് വാസ് യുണൈറ്റഡ് ഇൻ ദ സെയിം ജീസസ് ക്രൈസ്റ്റ്. ഓക്കെ, എനിക്ക് ഇതിന് കിട്ടുന്നില്ല, ഒന്ന് തിരിച്ചു വെക്കാമോ? അവിടെ നിന്ന് ചോദിക്കുന്നത് കിട്ടുന്നില്ല എനിക്ക്. വിശുദ്ധ കുർബാന വലിയ പള്ളിയിൽ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. വിശുദ്ധ കുർബാന വലിയ പള്ളികളിൽ സൂക്ഷിച്ചു വെക്കുന്നുണ്ട് എന്ന് ഒരാൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാന സൂക്ഷിച്ചു വെക്കാറുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ
രോഗികളായി കിടക്കുന്നവർക്ക് വേണ്ടി, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് വിശുദ്ധ കുർബാന അനുഭവിക്കുവാനായിട്ട്, പ്രത്യേകിച്ചും ആശുപത്രികളിൽ ഒക്കെയുള്ള സന്ദർഭങ്ങളിൽ എല്ലാ ദിവസങ്ങളിലും വിശുദ്ധ കുർബാന ചൊല്ലുവാൻ സാധിക്കാത്തിടത്തുമൊക്കെ ഞായറാഴ്ച വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ട് വിശുദ്ധ കുർബാനയുടെ ഒരംശം നാം ത്രോണോസിൽ പ്രത്യേകം തയ്യാർ ചെയ്തിരിക്കുന്ന ഒരു പേടകത്തിൽ സൂക്ഷിച്ചു വയ്ക്കാറുണ്ട്. അത് ഒരാൾക്ക് അത്യാവശ്യം വിശുദ്ധ കുർബാന കൊടുക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ അത് പുരോഹിതൻ വന്ന് എടുത്ത് കൊണ്ടുപോയി വിശുദ്ധ കുർബാന നൽകുന്ന പതിവുണ്ട്. എന്നാൽ അങ്ങനെ ചെയ്യുമ്പോൾ ആ വിശുദ്ധ കുർബാന സൂക്ഷിക്കുന്ന ആ പേടകം, അതിനോട് ചേർന്ന് കത്തിച്ചു വെച്ച തിരി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ക്രമപ്പെടുത്തിയതിന് ശേഷം മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ. അപ്പം അങ്ങനെയുണ്ട്. തിരുവേനി, നമ്മുടെ ഈ സങ്കീർത്തനം ഉണ്ടല്ലോ വേദപുസ്തകത്തിൽ, ചില വാക്യങ്ങളുടെ അടിയിലായിട്ട് ഈ സേല എന്ന് പറയുന്ന വാക്കുകൾ യൂസ് ചെയ്യാറുണ്ട്. നമ്മളത് വായിക്കാറില്ല. സത്യത്തിൽ എന്താണ് ആ ഒരു വാക്കുകൾ കൊണ്ട്? സേല എന്ന് പറയുന്നത് വായിക്കാറില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സേല നിങ്ങളോടൊരു നിർദ്ദേശം, അല്ലെങ്കിൽ സങ്കീർത്തനം ചൊല്ലുന്ന ആളിനൊരു നിർദ്ദേശം നൽകുകയാണ്. ഇവിടെ ശബ്ദം ഉയർത്തുക. അത് ആ സങ്കീർത്തനത്തിൻ്റെ ഭാഗമല്ല. പിന്നെയോ ആ സങ്കീർത്തനത്തിൻ്റെ ആ ഭാഗം എങ്ങനെ വായിക്കണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് സേല. റേസ് യുവർ വോയിസ്, അല്ലെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് റേസ് യുവർ വോയിസ് എന്ന ഒരു ഡയറക്ഷൻ കൊടുക്കുകയാണ് സേല എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം വായിച്ചു വരുന്ന ആളിന് ആ ഭാഗം വരുന്നുണ്ടേ. ഇപ്പം നമുക്കറിയാമല്ലോ, എനിക്ക് സംഗീതത്തെക്കുറിച്ച് വലിയ പരിചയമില്ല. ബേസ്, ടെനർ, ഇങ്ങനെ കുറച്ചുണ്ടല്ലോ. അപ്പോൾ ചിലയിടത്ത് നമ്മൾ അതിൻ്റെ സിഗ്നൽ കാണുന്നുണ്ടെങ്കിൽ ആ ഭാഗം അവർ ഉയർത്തും, ചിലർ ബേസിൽ പാടും എന്ന് പറയുന്ന പോലെ ഒരു ഡയറക്ഷനാണ് സേല എന്ന് പറയുന്നത്. അത് വായിച്ചു വരുന്ന ആൾ ആ ഭാഗം വരുമ്പോൾ ആളുടെ ടോൺ വേരിയേഷൻ ഉണ്ടാകും. നല്ല ശുശ്രൂഷക്കാരൻ്റെ ഗുണങ്ങൾ ഏതെല്ലാം? എന്താ പിന്നെ നല്ല ശുശ്രൂഷക്കാരൻ്റെ ഗുണങ്ങൾ? നല്ല ശുശ്രൂഷക്കാരൻ്റെ ഗുണങ്ങൾ ഏതൊക്കെയാണ്? ഇത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ഒന്നാമത്, ഞാനിന്ന് രാവിലെ 3 വാക്കുകൾ നിങ്ങളോട് ഉപയോഗിച്ചു. ഒന്ന്, വിശുദ്ധ മദ്ബഹായാണ്, അതിവിശുദ്ധ സ്ഥലമാണ്. അതിലേക്ക് പ്രവേശിക്കുന്ന ആളിൻ്റെ ഒന്നാമത്തെ ഗുണം, ആൾ വിശുദ്ധരായിരിക്കുക എന്നുള്ളതാണ്. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ. അപ്പോൾ ഒന്നാമത് ഞാൻ പറയും, നമ്മുടെ വിശുദ്ധ ജീവിതമാണ്. അത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും വിശുദ്ധിയാണ്. ഞാനതുകൊണ്ട് മദ്ബഹായിൽ പ്രവേശിപ്പിക്കുമ്പോൾ എല്ലായ്പ്പോഴും അവരോട് പറയുന്ന ഒരു കാര്യമാണ്, ഇതുമുതൽ നിങ്ങളുടെ ലോകത്തിലെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയാണ്. നിങ്ങളുടെ കൂട്ടുകാർ കാണുന്നതെല്ലാം ഒന്നും ഇനി നിങ്ങൾക്ക് കാണാനൊക്കില്ല. നിങ്ങളുടെ കൂട്ടുകാർ കഴിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ഇനി കഴിക്കാനൊക്കില്ല. നിങ്ങളുടെ കൂട്ടുകാർ ചെയ്യുന്നതൊന്നും ഇനി നിങ്ങൾക്ക് ചെയ്യാനൊക്കെ. ബേസിക്കലി അടിസ്ഥാനപരമായി നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർ ചെയ്യുന്നതെല്ലാം ചെയ്യാനൊക്കാത്ത ഒരവസ്ഥയിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ വിശുദ്ധി സൂക്ഷിക്കത്തക്കവണ്ണമുള്ള ഒരവസ്ഥയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ അത് വിശുദ്ധി. 2, നിങ്ങൾ മാലാഖമാർക്ക് തുല്യരാണ്, മാലാഖ കൂട്ടങ്ങളാണ്. നിങ്ങളെന്താണ്? നിങ്ങളുടെ മാലാഖമാരുടെ പ്രധാന ദൗത്യം എന്താണ്? വളരെ പ്രധാനമായിട്ടുള്ളത് അത് നിരന്തരം കർത്താവ് പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായി മാറും. ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കും, രാവിലെ പ്രാർത്ഥിക്കും, വൈകിട്ട് പ്രാർത്ഥിക്കും, പ്രാർത്ഥിക്കാത്തവരും കാണുമായിരിക്കും. പക്ഷേ പ്രാർത്ഥന നിങ്ങളുടെ ഒരു പ്രാർത്ഥനാ ജീവിതമായിട്ട് മാറണം. അത് നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുക, കോളേജിലൊക്കെ പഠിക്കുക, 7 യാമങ്ങളിലെ പ്രാർത്ഥനകളും നിങ്ങൾ നടത്തണമെന്ന് ഞാൻ പറയും. അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് പറയുവാനായിട്ടുണ്ട്. ഈ 7 യാമങ്ങളിലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പ്രത്യേകം സമയം കിട്ടുന്നില്ല എങ്കിൽ പോലും മനസ്സിൽ ദൈവവിചാരം ഉളവാക്കുവാനായിട്ട് ശ്രമിച്ചാൽ ഞാൻ പറയും, പാപത്തിലേക്കുള്ള ദൂരം കുറയും, ലോകത്തിലേക്കുള്ള ദൂരം കുറയും. അതിങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ആ സൈക്കിൾ. നിങ്ങൾക്കറിയാം, വൈകിട്ട് 6 മണിക്ക് സന്ധ്യ നമസ്കാരം, അത് കഴിഞ്ഞാൽ 9 മണിക്ക് സൂത്തറ നമസ്കാരം, ഇങ്ങനെ പോയാൽ അത് കഴിഞ്ഞ് 12 മണിക്ക് പാതിരാത്രി നമസ്കാരം, രാവിലെ 6 മണിക്ക് പ്രഭാത നമസ്കാരം, പിന്നെ രാവിലെ 9 മണിക്ക് 3-ാം മണി നമസ്കാരം, ഉച്ചയ്ക്ക് 12 മണിക്ക് 6-ാം മണി നമസ്കാരം, വൈകിട്ട് 3 മണിക്ക് 9-ാം മണി നമസ്കാരം. നിങ്ങൾ ശ്രദ്ധിച്ച്, ഓരോ യാമങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ദൈർഘ്യം എന്ന് പറയുന്നത് 3 മണിക്കൂർ വെച്ചാൽ. പാതിരാത്രിയും പ്രഭാതവുമാണ് ഏറ്റവും ദൈർഘ്യമുള്ളത്. അത് വിശ്രമിക്കുവാനും ഉറങ്ങുവാനും ഒക്കെ ഉള്ളൊരു സമയമാണ്. ബാക്കി മുഴുവൻ 3 മണിക്കൂർ ഇടപെട്ട് പ്രാർത്ഥിക്കണം. എന്ന് പറഞ്ഞാൽ ഈ 3 മണിക്കൂർ ഇടപെട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരികയാണ്, നമ്മെ തന്നെ കൊണ്ടുവരിക. അതിൻ്റെ അർത്ഥം എന്താ?
ലോകത്തിൽ നിന്നും മാറി, പാപത്തിൽ നിന്നും മാറി നമ്മൾ ദൈവസാന്നിധ്യത്തിലേക്ക് വരികയാണ്. അതുകൊണ്ട് നിങ്ങൾ 7 യാമങ്ങളിലും ദൈവവിചാരമുള്ളവരായി മാറുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ കൂടുതൽ വിശുദ്ധരാകും എന്നുള്ളതാണ്. നിങ്ങൾ പാപത്തിൽ നിന്നും ലോകത്തിൽ നിന്നും കൂടുതൽ മാറും എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രാർത്ഥനാ ജീവിതം, അതിനോടനുബന്ധിച്ചാണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ വായന, ധ്യാനം എല്ലാ ദിവസവും വായിക്കണം. നിങ്ങൾ മദ്ബഹായിൽ കയറുന്നവരുടെയൊക്കെ ഞാൻ പറഞ്ഞില്ലയോ, മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ ഡിഫറൻ്റാണ്. നിങ്ങൾ ദിവസവും വേദപുസ്തകം വായിക്കണം. വേദപുസ്തക വായന നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. കഴിയുമെങ്കിൽ രാവിലെയും വൈകിട്ടും വായിക്കണം. ഏറ്റവും കുറഞ്ഞത് ഒരു നേരമെങ്കിലും വിശുദ്ധ വേദപുസ്തകം നിങ്ങൾ വായിക്കണം. മദ്ബഹായിൽ കയറുന്നവരെല്ലാവരും തന്നെ ഉപവസിക്കണം, നോമ്പ് നോക്കണം. പ്രത്യേകിച്ചും ബുധൻ വെള്ളി ദിവസങ്ങളിലെ നോമ്പും ഉപവാസവും എല്ലാം നടത്തണം. അതുപോലെ തന്നെ സഭയുടെ നോമ്പുകൾ 5 നോമ്പുകൾ നോക്കണം. അപ്പം അങ്ങനെ പ്രാർത്ഥനാ ജീവിതം നിങ്ങളുടെ ഒരു സ്വഭാവമാണ്. മൂന്നാമത് എനിക്ക് പറയുവാനായിട്ടുള്ളത് നല്ല കൂട്ടുകെട്ട്. ബാഡ് കമ്പനി കറപ്റ്റ്സ്. അവിശുദ്ധമായ കൂട്ടുകെട്ടുകളൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കണം. നല്ല കുഞ്ഞുങ്ങൾ, നല്ല കൂട്ടുകെട്ടുണ്ടാകണം. മാലാഖ കൂട്ടം എന്ന് പറയുന്ന ശുശ്രൂഷക സംഘത്തെ ഞാൻ ആ നിലയിലാണ് കാണുന്നത്. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്, നിങ്ങളുടെ ഈ കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു വിശുദ്ധ കൂട്ടായ്മയായിട്ട് മാറണം. നിങ്ങളുടെ കൂട്ട് അതുപോലെയാകണം, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അതുപോലെയാകണം. അതുകൊണ്ട് ഈ ഒരു 3 കാര്യമാണ് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുന്നത്. 1, നിങ്ങൾ വിശുദ്ധ ജീവിതം നയിക്കണം. 2, നിങ്ങൾ പ്രാർത്ഥനാ ജീവിതം നയിക്കണം. 3, നിങ്ങളുടെ കൂട്ടുകെട്ട് വിശുദ്ധരോടുകൂടെയുള്ള ഒരു കൂട്ടുകെട്ടും സംസർഗവുമാകുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നിങ്ങളോട് പറയും, നിങ്ങളുടെ വായന, നിങ്ങളുടെ പാട്ട്, നിങ്ങളുടെ ഈ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിരന്തരം കണ്ടും വായിച്ചും പഠിച്ചും കൊണ്ടിരിക്കണം. ഇപ്പോഴും വർഷങ്ങളായി വായിക്കുന്നവരും വളരെ തെറ്റായിട്ട് വായിക്കുന്നവരുണ്ട്. പാട്ട് പാടുന്നവർ വളരെ തെറ്റായിട്ട് പാട്ട് പാടുന്നവരുണ്ട്. കാരണം അവരാരും പഠിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ അതുപോലെ തന്നെ എനിക്ക് കുഞ്ഞുങ്ങളോട് പറയാനായിട്ടുള്ളത്, നിങ്ങൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന പുരോഹിതൻ്റെ പിച്ചും ട്യൂണും ഫോളോ ചെയ്യാനായിട്ട് പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ആരാധനയുടെ ഹാർമോണിയസ് അറ്റ്മോസ്ഫിയർ എപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ പരിശീലിക്കണം. ഇത് കുറേ അധികം നിങ്ങൾ പരിശീലിക്കേണ്ട വിഷയം. ഞാനൊക്കെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം ഞാൻ ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല പറയുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ നാളെ വിശുദ്ധ കുർബാന ഉണ്ടെങ്കിൽ ഇന്ന് സന്ധ്യാ നമസ്കാരത്തോടുകൂടെ ദൈവസന്നിധിയിൽ നാളെ ഏത് പരിശുദ്ധൻ്റെ തക്സായാണ് ചൊല്ലേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ തീരുമാനിക്കും. ഞാൻ സന്ധ്യ മുതൽ ആ പരിശുദ്ധൻ്റെ മധ്യസ്ഥതയോടെ അണയ്ക്കും. ഇപ്പോൾ ഒരു പള്ളികൂദാശയുണ്ട്, അതിനൊക്കെ എന്ന് പറയുന്നത് അന്നേരം പോയി പുസ്തകം എടുത്ത് വായിക്കുകയൊന്നുമല്ല. പട്ടം കൂടെ വരുന്നു. ഇപ്പോൾ ദാണ്ട് മെയ് 15-ാം തീയതി ഇവിടുത്തെ പട്ടം കൂടെ, ഞാൻ ഇപ്പോൾ തന്നെ പുസ്തകം എടുത്ത് വെച്ച് കഴിഞ്ഞ് എൻ്റെ മേശപ്പുറത്ത് പട്ടം കൂടെ പുസ്തകം എടുത്ത്, ഞാൻ പല പ്രാവശ്യം പട്ടം കൂടെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ പട്ടം കൂടെ പുസ്തകം ഓൾറെഡി എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിപ്പറേഷൻ ആരംഭിച്ചു. മെയ് 15-ാം തീയതി നടക്കേണ്ട നമ്മുടെ പട്ടംകുട ശുശ്രൂഷയുടെ പ്രിപ്പറേഷൻ ഞാൻ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ വിശുദ്ധ കുർബാനയ്ക്കുമൊക്കെ ഇങ്ങനെയുള്ള നിങ്ങളുടെ ഒരു പ്രിപ്പറേഷനാണ് ആവശ്യം. നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് വന്ന് ഇതിൽ സംബന്ധിക്കുകയൊക്കെ ചെയ്തു നോക്കി, അതിൻ്റെ ശക്തി വളരെ വലുതാണ്. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ ഒത്തിരി ഒന്ന് എലാബറേറ്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇനിയും ധാരാളം കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ട്. ഒരു ശുശ്രൂഷകൻ മദ്ബഹയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് പാലിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? ഇതാ ഇപ്പോൾ പറഞ്ഞില്ലേ, പാലിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, നമ്മുടെ സൺഡേ സ്കൂളിലൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത് കുർബാനയ്ക്ക് എങ്ങനെ ഒരുങ്ങണമെന്നുള്ളതാണ്. അപ്പം ഞാൻ പറയുന്നു, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാലറിയാം, കുർബാനയുടെ ഒരുക്കം 2 വിധത്തിലുണ്ട്. ഒന്ന്, ഇന്ന് ഞാനിപ്പം വിശുദ്ധ കുർബാന അല്ലെങ്കിൽ ഈ ഞായറാഴ്ച വിശുദ്ധ കുർബാന അർപ്പിച്ചു അല്ലെങ്കിൽ അനുഭവിച്ചു, അടുത്ത വിശുദ്ധ കുർബാനയ്ക്കുള്ള ഒരുക്കം അന്നേരം ആരംഭിക്കുകയാണ്. നമുക്കതിനകത്ത് എക്സെപ്ഷൻ, കുർബാന കഴിഞ്ഞവൻ എന്തും ആകാവുന്നില്ല. അടുത്ത കുർബാനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കം അന്നേരം തന്നെ ആരംഭിക്കേണ്ടതാണ്. എന്നാൽ ഒരു ആരാധനയ്ക്ക് ഒരുങ്ങുമ്പോൾ അതിൻ്റെ തലേന്ന് മുതലുള്ള ഒരു ഒരുക്കത്തെക്കുറിച്ച് നമ്മളെപ്പോഴും ഏറ്റവും കുറഞ്ഞ, ഞാൻ പറഞ്ഞത് മിനിമം റിക്വയർമെൻറ്റാണ് പറയുന്നത്. തലേന്ന് വൈകുന്നേരം തീർച്ചയായിട്ടും സന്ധ്യാനമസ്കാരം മുതൽ നിങ്ങൾ ഒരുങ്ങണം. സന്ധ്യാനമസ്കാരം മുതൽ യാമപ്രാർത്ഥനകളെല്ലാം പൂർത്തീകരിച്ചേ പറ്റുകയുള്ളൂ. ചോദ്യം ചോദിച്ച ആൾ പോലും ശ്രദ്ധിക്കുന്നില്ല, അവൻ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. എടാ മോനെ, നീ ചോദ്യം ചോദിച്ചതിൻ്റെ ഉത്തരവിലും കേൾക്ക്. തലേന്ന് വൈകുന്നേരം മുതൽ ഉള്ള പ്രിപ്പറേഷനുണ്ട്. ഇന്ന് നിങ്ങൾ ചെയ്യുന്നത് പോലെ പാതിരാത്രി വരെ വീഡിയോ ഗെയിമും
അല്ല ചാറ്റിങ്ങും ഇതൊക്കെ കഴിഞ്ഞിട്ട് കുർബാനയ്ക്ക് കയറാമെന്നൊന്നും വിചാരിക്കേണ്ട. നമുക്കതെല്ലാം ഓഫ് ചെയ്ത് വെക്കണം. എന്നെക്കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നില്ല, ഭദ്രാസനത്തിൻ്റെ പല കാര്യങ്ങളുള്ളതുകൊണ്ട്, എങ്കിലും കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ കഴിവതും സൈലൻസ് കീപ്പ് ചെയ്യണം. കാരണം അപ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നത്. നമ്മൾ ധ്യാനിക്കണം, മെഡിറ്റേറ്റ് ചെയ്യണം. ഏറ്റവും നേരത്തെ എത്രയും പെട്ടെന്ന് കിടക്കാൻ സാധിക്കുമോ അത്രയും നേരത്തെ കിടന്നുറങ്ങണം. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനകളൊക്കെ തികച്ച് ആ ധ്യാനത്തോടുകൂടി ഉപവാസത്തോടുകൂടി കുളിച്ച് വൃത്തിയായി ഒക്കെ നമ്മൾ പള്ളിയിലേക്ക് പോകണം. എനിക്കിപ്പോഴും അറിയാവുന്ന മദ്ബഹായിൽ കയറുന്ന ചില ആളുകളുണ്ട്. അവർ തലേന്ന് വൈകുന്നേരം മുതൽ സംസാരിക്കുകയില്ല. നമ്മുടെ സഭയുടെ ചട്ടമനുസരിച്ച് തലേന്ന് വൈകിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ എനിക്കറിയാവുന്ന 2-3 അയ്മേനികളുണ്ട്. അവർ വിശുദ്ധ മദ്ബഹായിൽ പിറ്റേ ദിവസം കയറേണ്ടതിനാൽ അത്താഴം ഉപേക്ഷിക്കുന്നവരെ എനിക്കറിയാം. അതൊക്കെ അവരവരുടെ പേഴ്സണലായിട്ട് എടുത്തിരിക്കുന്ന ചില തയ്യാറെടുപ്പിൻ്റെ ഭാഗമാണ്. അപ്പോൾ നിങ്ങൾ വളരെ കാഷ്വലായിട്ട് ഈ മദ്ബഹായിലെ ശുശ്രൂഷയെ കാണരുത്. വളരെ സീരിയസ് ആയിട്ട് ഇതിനെ കാണണം. അതിനു വേണ്ട പ്രത്യേകമായിട്ട് പ്രിപ്പറേഷൻ ഉണ്ടാകണം എന്നുള്ളതാണ് ആ ചോദ്യത്തോടനുബന്ധിച്ച് പറയുവാനായിട്ടുള്ളത്. നമ്മുടെ ഇപ്പം ദേവലോകത്തൊക്കെ പള്ളിയിൽ അവിടെ നടുക്ക് ഇപ്പം പള്ളികളിൽ പഴയകാല പള്ളികളിലൊക്കെ ഭീമ എന്ന് പറയുന്നത് അത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ പള്ളികളിൽ എന്തുകൊണ്ട് അത് വെക്കുന്നില്ല എന്നുള്ള. ഭീമ എന്ന് പറയുന്ന വാക്ക് ആദ്യം കേൾക്കുന്നവരൊന്ന് കൈയുയർത്തിയേ. ഭീമ, ഇതിനകത്ത് കേട്ടിട്ട് പോലുമില്ല കൂടുതൽ ആളുകളും. കൈതാത്തട്ടെ. അത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദേവലോകത്തെ ചാപ്പലിൽ പോവുക. അവിടെ പള്ളിയുടെ നടുക്ക് ഒരു വലിയ ഒരു കൈവരിയൊക്കെ കെട്ടി ഒരു പീഠം പോലെ കാര്യങ്ങൾ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്ലീബ ആഘോഷവും മറ്റും നടത്തേണ്ട സ്ഥലം അവിടെയാണ്. ആ ഒരു ഉയർന്ന പ്രദേശം അവിടെ നടത്തുമ്പോഴാണ് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും തിരിഞ്ഞു നിന്ന് ജനത്തെ മുഴുവൻ ആശീർവദിച്ച് ചെയ്യേണ്ട ഒരു ശുശ്രൂഷ. അതിനുള്ള ഒരു സ്ഥലമായിരുന്നു ഭീമ എന്ന് പറയുന്നത്. അതില്ലാത്തടത്താണ് നമ്മൾ മദ്ബഹായിൽ എല്ലാവർക്കും കാണട്ടെ എന്ന് പറഞ്ഞ് ഉയർന്ന സ്ഥലത്തേക്ക് പ്രവേശിച്ചത് എന്നുള്ളത്. അതുകൊണ്ട് മോനെ ആ വാക്ക് പരിചയപ്പെടുത്തതിൽ നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഒരു പീഠം അത് ഇപ്പോൾ എൻ്റെ അറിവിൽ ദേവലോകത്തെ അരമനയുടെ ചാപ്പലിൽ അതുണ്ട്. ഇനി അവിടെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കുക. അവിടെ വെച്ചാണ് ഇതുപോലെയുള്ള ആഘോഷങ്ങളൊക്കെ നടത്തുന്നത്. തിരുമേനി, ഞാൻ ആരോൺ, ഞാൻ വളനാട് വെല്ലുവിളിയിൽ നിന്ന് സെൻറ്റ് ജോൺസിൽ നിന്ന് വരുന്നു. എനിക്ക് ചോദിക്കാനുള്ള മതസൗഹാർദ്ദത്തെ പറ്റിയാണ്. അതാണെങ്കിൽ ഇപ്പം ഒന്നെങ്കിൽ ദൈവത്തെ അല്ലെങ്കിൽ മാമോനെ എന്നാണല്ലോ. അപ്പം ഇപ്പം ഈ വിശുദ്ധ കുർബാന അന്വേഷിക്കുന്നവരും മദ്ബായി കയറുന്നവരും തന്നെ ഈ ഉത്സവത്തിനൊക്കെ പോകുന്നതും അവിടെ നിന്നുള്ള കുറിയും അങ്ങനെയുള്ള അവിടെ നിന്നുള്ള എല്ലാം അനുഭവിക്കുന്നതിനും പറ്റി അത് തെറ്റാണെന്നൊരു കൽപ്പന വന്ന തിരുമേനിക്ക് എന്തായിരിക്കും അഭിപ്രായം അതിനെപ്പറ്റി? നമ്മളങ്ങനെ കൽപ്പന കൊടുക്കുകയില്ലെന്നാണ് എൻ്റെ കൽപ്പന കൊടുക്കും. മോനി പറയുന്ന പോലെ ഈ നമ്മൾ ജീവിച്ച ഈ നാട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓർത്തഡോക്സ് സംസ്കൃതി എന്ന് പറയുന്നത് തന്നെ കൾച്ചറിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടല്ല. അതൊരു വെസ്റ്റേൺ തോട്ടാണ്. ഒരു സാംസ്കാരികമായ പൈതൃകത്തോട് ചേർന്നാണ് നമ്മളെല്ലാ കാര്യങ്ങളും അനുഷ്ഠിച്ച് വരുന്നത്. പ്രത്യേകിച്ചും ഒരു ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നമ്മുടെ പള്ളിയിൽ വെച്ചിരിക്കുന്ന നിലവിളക്കും നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന കൊടിമരവും നമ്മൾ കെട്ടുന്ന മിന്നും എല്ലാം ഒരു സാംസ്കാരിക ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നിന്ന് നാം സ്വീകരിച്ചിരിക്കുന്ന ഒന്നാണ്. അതിൻ്റെ അർത്ഥം നമ്മുടേതിനെയെല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടാണെന്നുള്ളതല്ല. ഇപ്പം ഞാൻ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ഞാൻ മാത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. മാത്തൂരിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മാത്രം ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരു മതസൗഹാർദ്ദം നിലനിൽക്കുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെയാണ് ഞങ്ങൾ വളർന്നു വന്നത്. അവരുടെ അവരുടെ അമ്പലത്തിലെ ഉത്സവമൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും അതിനോട് സഹകരിക്കും. നമ്മുടെ പെരുന്നാളിൻ്റെ റാസ വരുന്നുണ്ടെങ്കിൽ അവരെല്ലാവരും നമ്മെ സ്വീകരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സൗഹൃദത്തിലാണ് നിൽക്കുന്നത്. അതിൻ്റെ അർത്ഥം കൂദാശ കാര്യങ്ങളിലും വിശ്വാസ കാര്യങ്ങളിലും നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നു എന്നുള്ളതല്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ മനസ്സിൽ ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഓറിയൻറ്റേഷൻ തരാനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മളും ആയി പോകുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ പറയട്ടെ, എനിക്ക് യേശു ക്രിസ്തു അല്ലാതെ ദൈവം വേറെയില്ല. രക്ഷ എൻ്റെ യേശു ക്രിസ്തുവിലൂടെ സഭയിലൂടെ അല്ലാതെ വേറെ ഒന്നുമില്ല. പക്ഷേ എനിക്ക് മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ട്, എനിക്ക് ഹിന്ദു ഫ്രണ്ട്സ് ഉണ്ട്. അവരുമായിട്ട് സൗഹൃദമുണ്ട്, അവരുമായിട്ട് സഹകരണമുണ്ട്. ഈ സഹകരണവും സൗഹൃദവും ഒന്നും വേണ്ട, നീ ഒറ്റയ്ക്കങ്ങ് ജീവിച്ചോളാൻ പറഞ്ഞ ഒരു ഓറിയൻറ്റേഷൻ ഇപ്പോൾ തരുന്നുണ്ട്. അതൊരിക്കലും അഭികാമ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് മോൻ
ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നൽകിയെന്നാണ് എൻ്റെ വിചാരം. നമുക്ക് തീർച്ചയായിട്ടും കൂദാശ ആർക്ക് കൊടുക്കണം, കുർബാന ആർക്ക് കൊടുക്കണം, നമ്മൾ എവിടെ നിന്ന് കാര്യങ്ങൾ സ്വീകരിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് നിയമമുണ്ട്. ആ നിയമം നമ്മൾ പാലിക്കുമ്പോൾ തന്നെയും മറ്റുള്ളവരുമായിട്ടുള്ള സഹകരണത്തിൽ എങ്ങനെ സഹവാസികളായി തീരാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ആ ബോധ്യം, ആ ഓറിയൻറ്റേഷൻ നമ്മുടെ വീട്ടിൽ നിന്ന്, ഞാനെപ്പോഴും ഓർക്കും, വീട്ടിൽ നിന്ന് ആദ്യം പഠിച്ചതെന്നാണ് എൻ്റെ വിചാരം. ഞാൻ എന്തുകൊണ്ടെന്ന് അറിയത്തില്ല, എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ മലയാള മാസം 1-ാം തീയതി എന്നെ അയൽക്കാരെല്ലാം വിളിച്ചുകൊണ്ട് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി ഒരു ചായ കിട്ടുമായിരുന്നു. അതിനകത്ത് ഹിന്ദുക്കളും ഉണ്ടായിരുന്നു. കാരണം മലയാള മാസം 1-ാം തീയതി ബിനു വീട്ടിൽ ആദ്യം വന്ന് കയറിയാൽ അവർക്ക് ഐശ്വര്യം ഉണ്ടാകുമെന്ന് അവർക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു. എനിക്ക് ചായ കിട്ടുമെന്നുള്ളതൊരു സത്യമായിരുന്നേ. അപ്പോൾ അവിടെയൊക്കെ പോയി അവരുടെ 1-ാം തീയതി അവരുടെ വീട് കയറും, അവിടെ നിന്ന് ചായ കുടിക്കും. എന്താ പ്രശ്നം? ഒരു കുഴപ്പമില്ലായിരുന്നു. അങ്ങനെയൊക്കെ വളർന്നു വന്നവരാണ് നമ്മൾ. ഇപ്പോൾ അങ്ങനെ എന്നാ പറഞ്ഞേ, രാഷ്ട്രീയമായും മതപരമായും അതുപോലെ തന്നെ സാമുദായികമായും നമ്മുടെ ഉള്ളിൽ വല്ലാത്ത ഫെനാറ്റിസിസം അടിച്ചു കയറ്റുന്നുണ്ട് എന്നാണ് എൻ്റെ വിചാരം. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, ഞാൻ ഇതുമായിട്ടെല്ലാം സഹകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ യേശുതമ്പുരാനല്ലാതെ, എൻ്റെ കർത്താവല്ലാതെ എനിക്ക് വേറൊരു ദൈവമില്ല. എൻ്റെ സഭയല്ലാതെ, ഞാനത് പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഈ സഭയല്ലാതെ എനിക്ക് വേറൊരു സഭയില്ല. ഞാൻ ഈ സഭയിൽ ജനിച്ചു വളർന്നതുകൊണ്ട് മാത്രമല്ല, എനിക്ക് നല്ല കൺവിക്ഷനുണ്ട് ഈ സഭയുടെ വിശ്വാസം ശരിയാണെന്ന്, ഇതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ശരിയാണെന്ന് ബോധ്യമുള്ളതുകൊണ്ട് നിൽക്കുന്നത്. എന്നാൽ ഞാൻ എൻ്റെ തൊട്ടടുത്തും പരിസരത്തും അയൽവക്കത്തും ഒക്കെ വസിക്കുന്നവരുമായിട്ട് സഹവാസം ചെയ്യുന്ന ഒരാളുമാണ്. നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ഹാർമണി ഉണ്ടാകട്ടെ, അങ്ങനെ ഒരു ചിന്തയുണ്ടാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അത് നമുക്ക് മാത്രമല്ല, ചുറ്റുമുള്ള എല്ലാവരിലും ഉണ്ടാകട്ടെ. അതിനെ ഡിവൈഡ് ചെയ്ത് നമ്മളെ തമ്മിൽ ശണ്ട കൂട്ടി നമ്മുടെ തലച്ചോറിൽ അതിനുള്ള ചിന്തകൾ നൽകുന്ന ധാരാളം കാര്യങ്ങളും ചർച്ചകളും നടക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തിരുമേനിയാകാൻ എങ്ങനെയാണ് ആഗ്രഹം വന്നത്? എനിക്ക് തിരുമേനിയാകാൻ ഒരാഗ്രഹവും വന്നില്ല. വരുന്നതിന് മുമ്പ് തന്നെ ആയി. കാരണം എന്താണെന്നറിയോ, നമ്മുടെ സഭയിൽ 40-ാമത്തെ വയസ്സിൽ ആരും തിരുമേനിയാകാൻ അങ്ങനെ അങ്ങ് ആഗ്രഹിക്കുകയോ ശടിക്കുകയോ ഒന്നും ചെയ്യാറില്ല. എന്തായാലും എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. ചെറുപ്പം മുതൽ ഒറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, അച്ഛനാകണം. ഓർമ്മയായ സമയം മുതൽ ഒരൊറ്റ ആഗ്രഹം, വേറൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അത് വൈദികനാകണമെന്നുള്ളൊരാഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ ആ വഴിയിൽ യാത്ര ചെയ്തപ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ് മെത്രാപ്പൊലീത്ത ആവുക എന്നുള്ളത്. എന്നാൽ അതിൻ്റെ പ്രോസസ്സിൽ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ഇനിഷ്യേറ്റീവും എൻ്റെ ആഗ്രഹങ്ങളും ഒക്കെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പക്ഷേ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് 40-ാമത്തെ വയസ്സിൽ മെത്രാപ്പൊലീത്ത ആകാം എന്ന സഭയുടെ നിശ്ചയമുണ്ടായതും ഞാൻ അങ്ങനെ 40-ാമത്തെ വയസ്സിൽ മെത്രാപ്പൊലീത്ത ആയതും. തിരുവേനി, പഴയ നിയമത്തിൽ കൂടുതലായിട്ടും കേട്ടിട്ടുള്ള 2 യാഗങ്ങളാണ് ഹോമയാഗവും ഹനനയാഗവും. ഈ ഹോമയാഗവും ഹനനയാഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എനിക്ക് റെഫറൻസ് ആവശ്യമുണ്ട്, പെട്ടെന്ന് അങ്ങനെ ഉത്തരം പറയുവാനായിട്ട് സാധിക്കില്ല. ഹോമയാഗം എൻ്റെ ഒരു ഓർമ്മയിൽ നിന്ന് പറയാം. ഹോമയാഗം എന്ന് പറയുന്നത് ഹോമം കഴിക്കണം. അതിന് ഹനനം എന്ന് പറയുന്നതിനകത്ത് അതിൻ്റെ അർത്ഥം കണ്ടുപിടിക്കണം മോനെ, എനിക്ക് അറിയില്ല, കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ നമ്മൾ മദ്ബഹയിൽ കുർബാനയൊക്കെ അനുഭവിക്കാൻ നേരത്തല്ല, കുർബാനയ്ക്കൊക്കെ നമ്മൾ മർബാസ കിലുക്കുകയൊക്കെ മണിയടിക്കുകയൊക്കെ ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണെന്നും ജനങ്ങൾ അതിൻ്റെ അകത്ത് ഉണർന്നു നിൽക്കുവാനുമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ മർബഹാസ എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്കറിയാവുന്ന പോലെ അത് പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിൻ്റെ സിമ്പൽ കൂടെയാണ്. മണിയും മർബഹാസായും ധൂപവും എല്ലാം കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് കൂടെയുണ്ട്. അപ്പോൾ ഒരു തലത്തിൽ നിൽക്കുന്ന ആളുകളുടെ ശാരീരികവും മാനസികവും ആത്മീകവുമായിട്ടുള്ള പുതിയ ഒരു തലത്തിലേക്ക് അവരെ ഉയർത്തുന്നതിന് നമ്മുടെ കാഴ്ചയും നമ്മുടെ ശബ്ദവും എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്നതും നമ്മൾ കാണുന്നതും എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് നമ്മൾ സാധാരണ ലെവലിൽ നിന്ന് ഉയരും. അപ്പോൾ അങ്ങനെ വിശുദ്ധ ആരാധനയിൽ അത്തരത്തിലുള്ള എല്ലായ്പ്പോഴും നമ്മൾ അങ്ങനെ നിൽക്കണമെന്നാണ്. പക്ഷേ മനുഷ്യനായതുകൊണ്ട് അതിൽ നിന്ന് പലപ്പോഴും താഴോട്ട് വരും. പക്ഷേ അതിനെ വീണ്ടും അതിനെ പ്രോജ്വലിപ്പിച്ച് ആ ഹൈ ലെവലിലേക്ക് പ്രവേശിപ്പിക്കുവാൻ ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്.
അതുകൊണ്ടാണ് നമ്മുടെ ആരാധന ഇതിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത്. തിരുമേനി, എൻ്റെ പേര് ബിൻഡോ. എനിക്കൊരു ഡൗട്ട്, ത്രോണോസിൽ എന്തോത്തിനാണ് മുത്തുന്നത്? ത്രോണോസ് എന്തിനാണ് മുത്തുന്നത്? ത്രോണോസ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാ? സിംഹാസനം. ആരാ ഇരിക്കുന്നേ? ത്രോണോസിലെ? ദൈവം ഇരിക്കുന്ന സിംഹാസനമാണ്. ഞാനിപ്പം നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ഈ വെറും കസാരയിൽ ഇവിടെ ഇരുന്നതേ ഉള്ളൂ. ഇവരൊക്കെ വന്ന് എൻ്റെ കൈ മുത്തുക. എന്താ കാര്യം? എന്താ? ഞാൻ ഒരു മെത്രാപ്പൊലിത്ത ആയതുകൊണ്ട്. അപ്പോൾ കർത്താവ് ഇരിക്കുന്ന സിംഹാസനത്തിനടുത്ത് ചെന്ന് മുത്തിപ്പോകത്തില്ലേ? അതാണ്. അപ്പോൾ കർത്താവിൻ്റെ സിംഹാസനത്തെ എപ്പോൾ നിങ്ങൾ മദ്ബഹായിൽ പ്രവേശിച്ചാലും പ്രാർത്ഥന ചൊല്ലി അകത്ത് കയറിയാൽ ആദ്യം ചെയ്യേണ്ടത് ത്രോണോസ് മുത്തുക എന്നുള്ളതാണ്. കാരണം അത് കർത്താവിൻ്റെ ദൈവത്തിൻ്റെ സിംഹാസനമാകും. തിരുമേനി, എൻ്റെ പേര് എബിസൺ എന്നാണ്. ഞാൻ സെൻറ് തോമസ് നെടുങ്കാവ് ചർച്ചിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു നോമ്പ് നോക്കുക, അപ്പോൾ അന്നേരം അറിയാതെ ഒരു പാലോ മുട്ടയോ അത് നോൺ വെജ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഐറ്റം അറിയാം, നമ്മൾ പോലും അറിയാതെ പല ഫുഡ് ഐറ്റംസിനകത്ത് ഇങ്ങനെ ഇൻഗ്രീഡിയൻസിനകത്ത് വരുമല്ലോ, നമ്മൾ പോലും അറിയത്തില്ല. അപ്പോൾ അന്നേരം അങ്ങനെ അറിയാതെ തിന്നാൻ നേരത്തെ തെറ്റാണോ നോമ്പിൻ്റെ സമയത്ത്? അറിയാതെ കഴിച്ചു പോയാൽ തെറ്റൊന്നുമില്ല, പക്ഷെ അറിയാതെ കഴിക്കുകയില്ല ചിലർ. അതിന് ഉദാഹരണം ഞാൻ പറയാം. ഞാൻ MGOCSM ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് നമ്മുടെ MGOCSM കോൺഫറൻസ് നടത്തുമ്പോൾ എത്യോപ്യയിൽ നിന്നുള്ള കുട്ടികൾ ഇന്ത്യയിൽ പഠിക്കാൻ വരുന്നവർ ആ സമയത്ത് നമ്മുടെ കോൺഫറൻസിൽ സംബന്ധിക്കാറുണ്ട്. അവരുടെ ക്രിസ്മസ് പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ്, പക്ഷേ അവർ നോമ്പിലാണ്. അപ്പോൾ നമ്മളൊരു ബിസ്ക്കറ്റ് കൊടുത്താൽ അല്ലെങ്കിൽ വേറൊരു കാര്യം നോക്കിയാൽ ഉടനെ അവർ പാക്കറ്റിൽ നോക്കും ഇതിൻ്റെ കണ്ടൻറ്റ് എന്തൊക്കെയാണെന്ന്. അതിനകത്ത് മിൽക്കിൻ്റെയോ എന്തെങ്കിലും കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ ഉടനെ അതെടുത്ത് മാറ്റി വെക്കും. അപ്പോൾ അങ്ങനെ സൂക്ഷ്മതയോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കും. നമ്മളത്രയും സൂക്ഷ്മമായിട്ട് നോക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അവൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാതെയാണെങ്കിൽ ദൈവം ക്ഷമിക്കും. പക്ഷേ നമ്മൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷ്മതയോടെ കഴിക്കാനും കുടിക്കാനും കാണാനും ഒക്കെ ശ്രമിക്കുക, പ്രത്യേകിച്ചും നോമ്പിൻ്റെ കാലത്ത്. തിരുമേനി, ഈ നിമത്രിയോസ് തിരുമേനി പരുമല വെച്ച് പറഞ്ഞായിരുന്നു ഈ ശുശ്രൂഷകർക്ക് ഷമ്മാശംപട്ട് കൊടുക്കുന്നത് ശരിയാണോ? ശുശ്രൂഷകർക്ക് ഷമ്മാശപ്പട്ടം കൊടുക്കുന്നതോ? അങ്ങനെ പറഞ്ഞോ? ഒരാളെ ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ഒരു മൈനർ ഓർഡർ വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ശുശ്രൂഷ തന്നെ മദ്ബഹായിലേക്ക് പ്രവേശിപ്പിക്കുന്ന. അതല്ലാതെ തിരുമേനി എന്താ പറഞ്ഞതെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായ അറിവില്ലാത്തതുകൊണ്ട് എൻ്റെ മോന് ഒരു കൃത്യമായ ഉത്തരം തരാനായിട്ട് സാധിക്കുന്നില്ല. അതെ, ഏത് പട്ടംകൊടയെക്കുറിച്ചും അങ്ങനെയൊക്കെയുള്ള തീരുമാനം ഉണ്ടാകുന്ന സുന്നോദോസിലാണ്. ഇപ്പോഴാ കുറച്ചുകൂടെ ക്ലാരിറ്റി ആയത്. ഓക്കെ. ഈ കുരുത്തോലയും ഈ പഴയ വേദപുസ്തകമൊക്കെ എന്തിനാ എൽദോസ് ശുശ്രൂഷയുടെ അന്ന് കത്തിക്കുന്നത്? അല്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അതുകൊണ്ട് നോക്കിക്കേ, ആ എൽദോസ് ശുശ്രൂഷയുടെ ആ കുഴിയിൽ തീജ്വാലയിൽ ഇത് കരിച്ച് അതിൻ്റെ ചാരം ആരും ചവിട്ടാത്തിടത്ത് നമ്മൾ മറവ് ചെയ്യുക, അതിനകത്ത് തന്നെ മറവ് ചെയ്യുക. അതല്ല എങ്കിൽ നമ്മൾ അലക്ഷ്യമായിട്ട് വാഴ്ത്തിയ കുരുത്തോല അല്ലേ, അതെവിടെയെങ്കിലും കൊണ്ടിട്ടാൽ നമ്മൾ അയോഗ്യമായിട്ട് അത് കൈകാര്യം ചെയ്യും. അതുപോലെ തന്നെ വിശുദ്ധ വേദപുസ്തകം ദൈവവചനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് സാധാരണ നിലയിൽ ആ സന്ദർഭത്തിൽ അതുകൂടെ അതിനകത്തിട്ട് കത്തിച്ച് അത് ചാരമാക്കി ആരും ചവിട്ടാത്തിടത്തും ദുരുപയോഗം ചെയ്യാത്ത അവസ്ഥയിലേക്കും അതിനെ മാറ്റുന്നത്. കണ്ടിപ്പിൻ്റെ ശുശ്രൂഷ സമയത്ത് കാമികൻ അപ്പം ഉയർത്തുന്ന സമയത്ത് സാധാരണയായിട്ട് ശുശ്രൂഷകരാണെങ്കിൽ മണികൾ കിളുക്കുന്നതാണ്. എന്നാൽ ചില ഇടവേള അങ്ങനെ ചെയ്യേണ്ടെന്ന് പറയുന്നുണ്ട്, ചില ഇടവേള ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒരു നിയതമായ ഒന്നുമില്ല. പക്ഷേ സെമിനാരിയിൽ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന മണി അടിക്കാറില്ല. ഇനി മണി അടിച്ച് പോയതുകൊണ്ട് തെറ്റാണെന്നൊന്നും നമ്മൾ വ്യാഖ്യാനിക്കേണ്ട. കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുമ്പോൾ നമ്മൾ മണിയടിക്കാറുണ്ട്. മണിയടിക്കുന്ന ഒരു രീതി സെമിനാരിയിൽ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. തിരുവേനി, എൻ്റെ പേര് നെയ്തൻ. ഞാൻ വരുന്ന സെൻറ്റ് പീറ്റേഴ്സ് കാരൂരിൽ നിന്നാണ്. എൻ്റെ സംശയം, അധികമായി അച്ഛന്മാരും തിരുമേനിമാരും ഒക്കെ ഈ മീശയും താടിയും ഇല്ലാതെ കണ്ടിട്ടില്ല. അത് അവരുടെ പേഴ്സണായിട്ടുള്ള ഇഷ്ടം കൊണ്ടാണോ അതോ? ഇല്ല, അച്ഛന്മാർക്കും തിരുമേനിമാർക്കും സഭ നിശ്ചയിച്ചിരിക്കുന്ന
ശൈലിയുടെ ഭാഗം കൂടെയാണ് ഞങ്ങളുടെ താടി, ദീക്ഷ. അപ്പോൾ അതിന് യൗസേപ്പ് തിരുമേനി സത്യദീക്ഷ, തത്വദീക്ഷ എന്നൊക്കെ നമ്മൾ പറയാം. ദീക്ഷ എന്ന് പറയുന്നത് ഒരു ജീവിത ശൈലിയുടെ ഭാഗമാണ്. അത് വിവാഹിതരാണെങ്കിൽ പോലും പുരോഹിതൻ ഒരു സെമായി മൊണാസ്റ്റിക് ലൈഫാണ്. ഒരു അർത്ഥ സന്യാസ ജീവിതത്തിൻ്റെ ഭാഗം കൂടെയാണ് പുരോഹിത ജീവിതം എന്നുള്ളത് കൊണ്ട് ആ സന്യാസ ജീവിതത്തിൻ്റെ ഭാഗത്തു നിന്നും നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു ശൈലിയാണ് ഈ താടി എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ പഴയ നിയമത്തിലൊക്കെ ശിംശോൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴും ക്ഷൗരക്കത്തി തൊടുവിക്കരുതെന്നൊക്കെ പറയുന്ന വ്രതങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ നിലയിലൊക്കെ അതുമായിട്ടൊക്കെ കണക്റ്റഡാണ് ഇത് എന്നുള്ളത് കൂടെ ഓർമ്മ വയ്ക്കുന്നു. ഞാൻ ആരോൺ സെൻറ്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളിയിൽ നിന്ന് വരുന്നു. ഈ തിരുമേനിമാരെ അടക്കുമ്പോൾ അവരെ ഇരുത്തിയാണല്ലോ അടക്കുന്നത്, അതെന്താ അങ്ങനെ? ഞങ്ങൾ ഇരിക്കുന്ന സിംഹാസനത്തിലാണ്. മെത്രാപ്പോലിത്ത എന്ന് പറയുന്നത് ആ സിംഹാസനത്തിൽ ഇരിക്കുന്നു. അപ്പോൾ തിരുമേനി എന്ന് പറയുന്നത് എവിടെ നിന്ന് വന്നാ? അപ്പോൾ അതൊരു ബ്രാഹ്മണിക്, ഒരു ഹയർ അതോറിറ്റേറ്റീവ് ലെവലിൽ ഉള്ള ഒരു സംജ്ഞയാണ്, ഒരു കൺസെപ്റ്റാണ്. അതുകൊണ്ട് തന്നെ അത് മറ്റു ഓർത്തഡോക്സ് സഭകളിലൊന്നുമില്ല. അത് നമ്മുടെ ഭാരതീയ മറ്റു ഓർത്തഡോക്സ് സഭകളിൽ ഞാൻ ഉള്ളതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. കൂടുതൽ പേരും കടത്തി തന്നെയാണ് അടക്കുന്നത്. നമ്മുടെ ഒരു രീതിയിൽ രാജാവിൻ്റെ പദവി ഒരു കൽപ്പിച്ചു തന്നിരിക്കുന്നതിനാൽ ആ നിലയിൽ അവരെ അടക്കുമ്പോഴും അങ്ങനെ തന്നെ അവരുടെ സിംഹാസനത്തിൽ ഇരുത്തിയാണ് അടക്കുന്നത്. തിരുമേനി അച്ഛൻ്റെ കൈവെപ്പോണ്ട് മദ്വയ്ക്കകത്ത് വരുന്ന ശുശ്രൂഷകർ വേറെ പള്ളിയിൽ പോയി കയറാൻ പറ്റുമോ? അച്ഛൻ്റെ കൈവെപ്പോടുകൂടി തരിക എന്ന് പറയുന്ന ആ പള്ളിയിലെ താൽക്കാലികമായ ഒരു ക്രമീകരണം മാത്രമാണ്. നിങ്ങൾക്ക് ആ പള്ളിയിലേക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അത് ചെയ്യുന്നത്. മറ്റ് പള്ളികളിൽ അത് കയറാനായിട്ടുള്ള പെർമിഷനില്ല. മറ്റ് പള്ളിയിലേക്ക് പെർമിഷൻ കിട്ടണമെങ്കിൽ മെത്രാപ്പൊലീത്തയുടെ കയ്യിൽ നിന്നും കൈവെപ്പ് സ്വീകരിക്കുകയും അങ്ങനെ കൈവെപ്പ് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പോകുന്ന പള്ളിയിലെ അച്ഛനെ ധരിപ്പിച്ച് അച്ഛൻ്റെ അനുവാദത്തോടെ ആ പള്ളിയിൽ ശുശ്രൂഷയിൽ പ്രവേശിക്കുകയും ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് അൽഫോൺസ് ജോഷുവ ബിജു. ഞാൻ സെൻറ്റ് സൈമൺ ഓർത്തഡോക്സ് കത്തീഡ്രൽ കുമ്പഴേന്ന് വരുന്നു. നമ്മുടെ അച്ഛന് ട്രുബാന എടുത്തുകൊണ്ട് മദ്ബയിൽ നിന്ന് വെളിയിലോട്ട് വരുമ്പോൾ ചിലപ്പോൾ അച്ഛൻ്റെ ഇത് നമ്മുടെ ഇത് ട്രുബാന അപ്പം താഴെ വീഴും. അത് എന്തിനാണ് അച്ഛൻ മുട്ടുകുത്തി വായിക്കൊണ്ടെടുക്കുന്നത്? കേട്ടോ നിങ്ങളത്? കുർബാന അപ്പം എന്ന് പറയണ്ട, വിശുദ്ധ കുർബാന താഴെ പോയാൽ. വിശുദ്ധ കുർബാന താഴെ പോയാൽ എന്ത് ചെയ്യുമെന്നാണ് മോൻ ചോദിച്ചത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അത് വളരെ സൂക്ഷ്മതയോടെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ചില സന്ദർഭങ്ങളിലെങ്കിലും കർത്താവിൻ്റെ തിരുശരീര രക്തം താഴെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ വിശുദ്ധ കുർബാന അച്ഛൻ അവിടെ വന്ന് മുട്ടുകുത്തി ഭക്ഷിച്ച് ആ ഭാഗം നാക്കുകൊണ്ട് നക്കി തുടച്ച് അതിൻ്റെ ഒരു പൊടി പോലും അവിടെ അവശേഷിപ്പിക്കാതെ അത് ചെയ്യുന്നതാണത്. കുറച്ചുകൂടെ കടുത്ത രീതിയാണ്. പണ്ട് ഞാൻ എവിടെയോ വായിച്ചതോ എൻ്റെ ഓർമ്മയിലുള്ളത്. ആ ഭാഗം അങ്ങ് കത്തിച്ച് കളയുമായിരുന്നു. അത് കയറ്റുവായെങ്കിൽ കയറ്റുക, അല്ല കാർപ്പറ്റോ ഒക്കെ പിന്നല്ലേ വന്നേ, ആ ഭാഗം കത്തിച്ച് കളയുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ നിങ്ങളൊക്കെ ആണേലും നിങ്ങളുടെ കൂടെ സഹകരണമില്ലാതെ കുർബാന കുർബാന നൽകാൻ സാധിക്കില്ല. നിങ്ങൾ വന്ന് ആ കൃത്യമായ ഉയരത്തിൽ വിസ്താരത്തിൽ തുറന്ന്, ചിലർ തുറക്കത്തില്ല വിശുദ്ധ കുർബാന, അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ അതൊരു കൃത്യമായ ആംഗിളിൽ നിന്ന് വിശുദ്ധ കുർബാന നൽകുവാനായിട്ട് പുരോഹിതനുള്ളൊരു സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടത് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആളിൻ്റെ കൂടെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ സംഭവിക്കുന്നത് താഴെ പോകാൻ സാധ്യതയുണ്ട്. താഴെ പോയാൽ ഇങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരും. എൻ്റെ പേര് മെവിൻ. ഞാൻ മാർ ബെഹനാൻ ഓർത്തഡോക്സ് വെല്ലുവിളിയിൽ നിന്ന് വരുന്നു. എൻ്റെ ഒരു സംശയം, അച്ഛൻ നേരത്തെ പറഞ്ഞായിരുന്നു മദ്ബഹ കയറുന്നതിൻ്റെ മുമ്പേ പുറത്ത് നിന്നാൽ കുപ്പായ ഇട്ടിട്ട് അകത്ത് കയറേണ്ടതാണ്. പക്ഷെ എൻ്റെ ഒരു സംശയം, അകത്ത് നിന്നിട്ടാണ് കുപ്പായ ഇടേണ്ടത്, അത് പുറത്ത് നിന്നിട്ടാണ് കുപ്പായ? അതെ, അകത്ത് കുപ്പായം ഇട്ടുകൊണ്ടേ അകത്ത് കയറാവും. ആ കുപ്പായം കൊണ്ട് താഴെ ഇറങ്ങി കുപ്പായം പുറത്തു നിന്ന് മടക്കി വെക്കണം. നമ്മളിപ്പോൾ എല്ലാവരും ചെയ്യുന്നത് എങ്ങനെയാ? അകത്ത് കുപ്പായം മടക്കുന്ന സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെയൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ. ഞാൻ പറഞ്ഞത് ഇതെല്ലാം യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് താഴെ നിന്ന് വിശുദ്ധ കുപ്പായം ധരിക്കുകയും മദ്ബഹായിൽ വിശുദ്ധ കുപ്പായത്തോട് പ്രവേശിക്കുകയും മദ്ബഹായിൽ നിന്ന് ഇറങ്ങി താഴെ നിന്ന്
കുപ്പായം മാറ്റുകയും മടക്കുകയും ചെയ്യേണ്ട രീതിയാണ് ശരിയായിട്ടുള്ളത്. തിരുമേനി, എൻ്റെ ഒരു വേറൊരു സംശയമുണ്ട്. നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ മുഖം കണ്ടിട്ടില്ല. യേശു ക്രിസ്തു ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, പക്ഷേ നമ്മൾ യേശുവിൻ്റെ മുഖം കണ്ടിട്ടില്ല. പക്ഷെ എന്നിട്ടും കൂടി നമ്മൾ യേശുവിൻ്റെ ഈ മുഖവും പടവും ഒക്കെ നമ്മുടെ ഒരു ഊഹം അനുസരിച്ച് വരച്ച് അതിനെ ഫോട്ടോ ആക്കിയിട്ട് നമ്മൾ തന്നെ നമസ്കരിക്കുകയും പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നതൊക്കെ ശരിയല്ലല്ലോ. ഇപ്പം പലരുടെ വിചാരം അത് തന്നെയാണ് യേശുവിൻ്റെ മുഖം എന്ന്. ആ ഫോട്ടോ ഇല്ലായിരുന്നെങ്കിൽ മോൻ്റെ മനസ്സിൽ ആരുടെ മുഖം വന്നേനെ? നമുക്ക് ഓർമ്മ എടുത്തില്ല, എന്നാലും. അപ്പോൾ അതുകൊണ്ട് അതാണ് അതിൻ്റെ ലക്ഷ്യം. ഈ ചിത്രം ഉള്ളത് കൊണ്ടാണ്. യേശുക്രിസ്തു അങ്ങനെയാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല. ഈ ചിത്രം ഉള്ളത് കൊണ്ടാണ് എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ എന്ന് വിളിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ആ ചിത്രം തെളിയുന്നത്. അപ്പോൾ അതിൻ്റെ ലക്ഷ്യം ഇത് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ എത്യോപ്യയിലൊക്കെ പോയപ്പോൾ അവിടെ ഒരു യേശുക്രിസ്തുവിൻ്റെ രൂപത്തിന് നല്ല കറുപ്പാണ്, കറുത്ത യേശുക്രിസ്തു. അപ്പോൾ പ്രാദേശികമായും സാംസ്കാരികമായും കാലാനുസൃതമായും അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് ഈ ചിത്രം രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിന് കാരണം എന്താ വെച്ചാൽ അപരിമിതനായ ദൈവത്തെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കാൻ നമുക്ക് സിമ്പിൾസ് ആവശ്യം. അപ്പോൾ അതുകൊണ്ട് ചിത്രത്തിൻ്റെ ലക്ഷ്യം ഏറ്റവും പ്രധാനമായിട്ടും അതാണ്. പിന്നെ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ ഐക്കൺസ് ആണുള്ളത് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന. അത് നമ്മുടെ ആളുകൾക്ക് എത്ര പറഞ്ഞാലും ഇപ്പോഴും മനസ്സിലാകില്ല. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളൊന്നും തന്നെ നമ്മുടെ ഒരു പാരമ്പര്യത്തിലുള്ളതല്ല. അത് നമുക്ക് വേറെ അങ്ങനെ ആ സമയത്ത് ഇതിനെക്കുറിച്ച് ആഴമായ ഒരു അറിവൊന്നും ഇല്ലാതിരുന്ന ഒരു സമയത്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചിത്രങ്ങളാണ്. അങ്ങനെയുള്ള ചിത്രങ്ങൾ വെച്ച് ഹൃദയം വെളിയിലിരിക്കുന്ന ചിത്രം, അങ്ങനെയൊക്കെയുള്ള കുറേ ചിത്രങ്ങളൊക്കെ നമ്മുടെ വീടുകളിലും പള്ളികളിൽ നിന്നൊക്കെ മാറ്റിക്കഴിഞ്ഞു. അതുകൊണ്ട് ഓർത്തഡോക്സ് ഐക്കണോഗ്രഫി എന്നുള്ളത് നിങ്ങളൊന്ന് പഠിച്ചാൽ മനസ്സിലാകും. നമ്മൾ ഉപയോഗിക്കേണ്ട ചിത്രങ്ങൾ ആ നിലയിലേക്ക് മാറ്റാനായിട്ടുള്ള സമയമായി എന്നാണ് എൻ്റെ ഒരു വിചാരം. തിരുമേനി, എൻ്റെ പേര് സോജൻ, ഞാൻ മുള്ളനിക്കാട് പള്ളിയിൽ നിന്ന് വരുന്നു. ഈ മദ്ബായിൽ കയറുമ്പോൾ ഇഷ്ടമുള്ള വേഷവിധാനങ്ങൾ ഇടാവോ? ഇല്ല. ടീഷർട്ട് അങ്ങനെയൊക്കെ ഉള്ളത് ഇല്ല. അപ്പം മദ്ബായി കയറുന്നതിന് മുമ്പുള്ളത് പറയട്ടെ. പള്ളി വരുന്നതിന് ഡ്രസ് കോഡുണ്ടോ? ഏതാ? അതെന്താ വെള്ള? നിങ്ങൾക്ക് സഭ തന്ന ആദ്യത്തെ വസ്ത്രം വെള്ള വസ്ത്രമാണ്. മാമോദിസ തൊട്ടിയിൽ നിന്നും സ്വീകരിക്കുമ്പോൾ തലത്തൊടുന്ന ആൾ വെള്ള വസ്ത്രത്തിലേക്കാണ് ഈ കുഞ്ഞിനെ സ്വീകരിക്കുന്നത്. അത് പ്രകാശത്തിൻ്റെ അങ്കി ധരിപ്പിക്കുകയാണ്. ആ ആൾ ജീവിച്ച് പ്രായപൂർത്തിയായി മരിക്കുന്നു. പള്ളിയിൽ നിന്ന് ആ ആളിനെ അവസാനമായി സെമിത്തേരിയിലോട്ട് എടുക്കുമ്പോഴും പള്ളിയിൽ വെച്ച് അയാളുടെ മുഖം മൂടുന്നതും വെള്ള തുണി കൊണ്ടാണ്. പിന്നെ വെളിപാട് പുസ്തകം 7-ാം അധ്യായത്തിൽ പറയുന്നു, കുഞ്ഞാടിൻ്റെ സിംഹാസനത്തിന് മുമ്പാകെ നിന്നവരെല്ലാം വെള്ള നിലയങ്കി ധരിച്ച് വന്നവരാണ് എന്ന്. നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു സിംഹാസനമുണ്ട്. അത് നിങ്ങളോട് ഞാൻ മുമ്പേ പറഞ്ഞെന്താ? ത്രോണോസിൻ്റെ മുമ്പാകെ. അതുകൊണ്ട് ത്രോണോസിൻ്റെ മുമ്പാകേക്ക് വരുമ്പോൾ എപ്പോഴും എന്ത് ധരിച്ച് വരണം? എന്ത് ധരിച്ച് വരണം? വെള്ള വസ്ത്രം ധരിച്ചാണ് വരേണ്ടത്. ഇപ്പോൾ ഇതിനകത്ത് തന്നെ ടീഷർട്ടും ജീൻസും ഒക്കെ ഉള്ളവരില്ലേ? ഉണ്ടോ? ഇതുകൊണ്ടിരിക്കുന്നത് എൻ്റെ മുമ്പേ ഇരിക്കുന്നു. അപ്പോൾ ടീഷർട്ടും ജീൻസൊക്കെ ഇട്ട് ഏറ്റവും കുറഞ്ഞ ഞായറാഴ്ചയെങ്കിലും വരാതിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്നറിയാമോ? നിങ്ങളുടെ സ്കൂളിൽ യൂണിഫോം ഉണ്ടല്ലോ, നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ അല്ലേ? അവിടെ നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പളും ടീച്ചേഴ്സും സമ്മതിക്കുമോ ഒരു ടീഷർട്ടും ജീൻസും ഒക്കെ ഇട്ടിയല്ലേ? അതെന്താ? അവിടെ ഒരു നിയമമുണ്ടല്ലേ? എൻ്റെ ചോദ്യം, ഈ മദ്ബഹായും ത്രോണോസും ഒക്കെ ആ സ്കൂളിനെക്കാട്ടിൽ ഉയർന്ന ലെവലിലാണോ താണ ലെവലിലാണോ? അങ്ങനെയാണെങ്കിൽ കാഷ്വൽ ഡ്രസ്സ് ഇട്ട് വരാനൊക്കെ കാഷ്വൽ ഡ്രസ്സ് ഇട്ട് വരാനൊക്കത്തില്ല. ഇത് കാഷ്വൽ അല്ല. തന്നെയുമല്ല, യേശു തമ്പുരാൻ വിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോഴാണ് ഏറ്റവും ഒഫീഷ്യലായത്. വിരിച്ചൊരുക്കിയ ഒരു വൻ മാളിക. ബാക്കി എല്ലായിടത്തും സിമ്പിളായിരുന്നല്ലോ കർത്താവല്ലേ? ഒരു കാര്യവും കർത്താവ് ചോദിച്ചിട്ടില്ല. കുർബാന സ്ഥാപിച്ചപ്പോൾ പറഞ്ഞു വിരിച്ചൊരുക്കിയ ഒരു വൻ മാളിക വേണമെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്നാണ്? അത് കാഷ്വൽ അല്ല, അത് ഒഫീഷ്യലാണ്. അതുകൊണ്ടാണ് അങ്ങനെ കർത്താവ് ആ ഒരു കാര്യം ഓർമ്മിപ്പിച്ചത് എന്നുള്ളതുകൊണ്ട് ഞാൻ പറയും, ഒരിക്കലും വിശുദ്ധ ആരാധനയിലുള്ള സംബന്ധം, അപ്പോൾ ധരിക്കുന്ന വസ്ത്രം ഒന്നും കാഷ്വലാകാൻ പാടില്ല. പിന്നെ ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ള എൻ്റെ തന്നെ ജീവിതത്തിലെ ഒരു ശുശ്രൂഷക്കുപ്പായം, ഒരു ശുശ്രൂഷക്കാരനെ ഞാൻ കണ്ടത് പലയിടത്തും
പറഞ്ഞിട്ടുള്ളതാണ്. ശുശ്രൂഷ കുപ്പായം ഇട്ടിട്ടുണ്ട്. ആ ആൾ ഒരു ടീഷർട്ടാണ് ധരിച്ചിരുന്നത്. അപ്പോൾ ടീഷർട്ടിനകത്ത് എഴുതിയിരിക്കുന്നതെല്ലാം ഈ കുപ്പായത്തിനകത്തൂടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത് കാണാം. അപ്പം ഞാൻ അവൻ്റെ നെഞ്ചത്ത് വായിച്ചു കിസ് മീ. അപ്പോൾ അങ്ങനെ കുറച്ച് ആളുകളുണ്ട്. ശുശ്രൂഷ കുപ്പായമൊക്കെ ഇടും, പക്ഷേ അതിനകത്ത് എന്താണെന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് പറയാനായിട്ടുള്ള ഇതാണ്, വെള്ള വസ്ത്രധാരികളായി മദ്ബഹ ശുശ്രൂഷകർ പള്ളിയിൽ വരിക. നോ കാഷ്വൽ ഡ്രസ്. തിരുമേനി, ഞാൻ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ നിന്ന് മാത്തൂരിൽ നിന്ന് വന്ന ആളാണ്. എൻ്റെ ചോദ്യം എന്ന് വെച്ചാൽ, ധൂപപ്രാർത്ഥന സമയത്ത് നമ്മൾ ഈ പരിശുദ്ധന്മാർ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ചാർത്തും നീതി ആചാര്യന്മാർ, പക്ഷേ തിരുമേനിമാർ കാതോലിക്ക ഭാഗം ഉള്ള സമയത്ത് ഇത് ഉടനെ ചൊല്ലാൻ പോകുന്നില്ല, ഈ ചാർത്തും നീതി ആചാര്യന്മാർ. അതിന് അർത്ഥം എന്തുവാ? ഈ പരിശുദ്ധന്മാർ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അങ്ങനെ ചൊല്ലുന്നില്ലല്ലോ ഉടനെ. ചാർത്തുന്നതേ ചൊല്ലുന്നില്ലേ എന്നുവെച്ചാൽ ഉടനെ നിങ്ങൾ ചൊല്ലുന്നില്ല, നിങ്ങളത് ഒരു ചൊല്ലുന്നുണ്ട്. സാധാരണ നിലയിൽ അതിനും ധൂപം ഇട്ട് കൊടുത്തിട്ടാണ് സമാധാനം ചോദിച്ചു വരുന്നത്. അങ്ങനെയല്ലേ സാധാരണ? അങ്ങനെയാണ്, ഞാൻ ഉദ്ദേശിച്ചതല്ല. പക്ഷേ നിങ്ങളെ ഒരു പ്രസംഗിച്ച് കഴിഞ്ഞിട്ടോ അങ്ങനെയൊക്കെയല്ലേ ചൊല്ലുന്നത്. പക്ഷേ ഈ അച്ഛന്മാർ ഈ ഇതും കൂടെ ചൊല്ലി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അച്ഛൻ ധൂപം വീശുന്നതുകൊണ്ടാകാം. ഞാൻ ധൂപം വീശിയാലും ധൂപം വീശി പൂർത്തീകരിച്ചതിന് ശേഷമാണ് പടിഞ്ഞാറോട്ട് വന്ന് സമാധാനം ചോദിക്കുന്നത്. അടുത്തത്. തിരുവേനി, എൻ്റെ പേര് സുബിൻ. ഞാൻ സെൻറ്റ് ബെർണാൻഡ്സ് ഓർത്തഡോക്സ് കൊടുമണ്ണിൽ നിന്ന് വരുന്നു. എൻ്റെ ഒരു സംശയമാണ്, നമ്മുടെ ശുശ്രൂഷക്കാർ ഉപയോഗിക്കുന്ന കുപ്പായത്തിൻ്റെ നൂലോ അഥവാ നമ്മുടെ ഈ ത്രോണോസിൽ വിരിക്കുന്ന ആ ഒരു വിരിയുടെ നൂലോ വല്ലതും പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് കത്തുന്ന ധൂപക്കുറ്റിക്കകത്ത് ഇടണമെന്ന് പറഞ്ഞായിട്ട് കേട്ടിട്ടുണ്ട്. ആ പറയുന്നത് എന്തുകൊണ്ടാണ്? ശരിയാണ്. കാരണം അതിനകത്ത് ഉപയോഗിക്കുന്നത്, ഞാൻ പറഞ്ഞില്ലേ, അതിവിശുദ്ധ സ്ഥലത്ത് ഉപയോഗിക്കുന്നതെല്ലാം വെളിയിലോട്ട് ഇറങ്ങാൻ അങ്ങനെ ഒക്കില്ല. അതുകൊണ്ട് കഴിവതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആ കത്തിച്ച് കളയുന്ന രീതിയാണുള്ളത്. കാരണം വേറൊരു മാർഗ്ഗമില്ല. അപ്പോൾ അതുകൊണ്ട് നൂലൊക്കെ ആണെങ്കിൽ, അതുപോലുള്ള ചെറിയ സാധനങ്ങളാണെങ്കിൽ നമ്മൾ തൂക്കുറ്റിയിലിട്ട് തന്നെ അതങ്ങ് കത്തിച്ച് കളയും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അത് വെളിയിൽ കിടക്കും, അതിൽ ആളുകൾ ചവിട്ടും. നമ്മൾ വിശുദ്ധ ആരാധനയ്ക്കും കൂദാശകൾക്കും ഉപയോഗിച്ച വസ്ത്രങ്ങളാണ് അതൊക്കെ, അതിൻ്റെ ഭാഗമാണ്. അതിനോട് നൽകുന്ന നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, മദ്ബഹായോട് നിങ്ങളുടെ മനോഭാവം എന്താണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിനോടുള്ള ഭക്തിയും നിങ്ങളതിനെ കൈകാര്യം ചെയ്യുന്ന രീതിയും എല്ലാം വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ടാകട്ടെ, മോനെ നല്ല 2 ചോദ്യങ്ങളാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എനിക്ക് തോന്നുന്നു ആ മദ്ബഹായോടുള്ള നിൻ്റെ ഭക്തി നിൻ്റെ ചോദ്യങ്ങളിലുണ്ട്. അത് കീപ്പ് ചെയ്യുക. എല്ലാവർക്കും ഒന്നും അത് കിട്ടണമെന്ന് നിർബന്ധമില്ല. അത് കിട്ടട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. അടുത്ത ചോദ്യം. തിരുമേനി, പരിശുദ്ധനായ പൗലോസ്ലിഹ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ സ്ത്രീകൾ തലയിൽ മൂടുപടം ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും പുരുഷന്മാരത് ചെയ്യണമെന്ന് പറയുന്നില്ല. അതിന് കാരണം എന്തായിരിക്കാം? അതിന് പൗലോസ്ലിഹ 1 കൊരിന്ത്യർ അധ്യായം കണ്ടെത്തണം. കാരണം പറയുന്നുണ്ട്, പുരുഷൻ തല മൂടരുത് എന്ന് പറഞ്ഞ് ആ വേദഭാഗം നമ്മൾ 1 കൊരിന്ത്യർ, മോനെ ഞാനത് എടുത്തു തരാം. 1 കൊരിന്ത്യറിലാണ്. അഭിയച്ചനെ വല്ലതും ഒന്ന് നോക്ക്, വിമൻ കവറിങ് ഹെഡ് ഒന്ന് അടിച്ചു കൊടുത്താൽ ചിലപ്പോൾ കിട്ടും. അപ്പോൾ അത് പറഞ്ഞുതരാം, ഇത് കഴിയുന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാവുന്നതാണ്. അതിനകത്ത് തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ടാണ് മൂടരുത് എന്നുള്ളത് കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അടുത്ത ചോദ്യം. അത്യാവശ്യം ഫ്ലോറിൽ നിന്നുള്ള ചോദ്യം വന്നു. ഇനി ധാരാളം ചോദ്യങ്ങൾ എഴുതി തന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ തിരുമേനിയോട് ചോദിക്കാനുണ്ട്. നമ്മുടെ ആമോസിലെ കുഞ്ഞുങ്ങൾക്ക് അറിയേണ്ട തിരുമേനിയുടെ പേഴ്സണലായിട്ട് ചില കാര്യങ്ങളാണ്. അതോടൊന്ന് ചോദിച്ചറിയേണ്ടിയിരിക്കുന്നു. ആദ്യത്തെ ചോദ്യം, തിരുമേനിക്ക് സുഖമാണോ? എനിക്ക് സുഖമാണ്. നിങ്ങൾക്ക് എന്നെ കണ്ടാൽ അങ്ങനെ തോന്നില്ലേ? ഞാൻ എപ്പോഴും സന്തോഷവാനാണ്. ഇപ്പോഴ് ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ റെഫറൻസ് മോനെ 1 കൊരിന്ത്യർ 11-ാം അധ്യായം 2 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ മോൻ വായിച്ച് അത് പഠിക്കുക. ഓക്കെ. രണ്ടാമത്തെ തിരുമേനിക്ക് സുഖമാണോ എന്ന് ചോദിച്ചാൽ തിരുമേനിക്ക് സുഖമാണ്. എന്നാൽ തുമ്പോൺ ഭദ്രാസനത്തിൽ വന്നതോടുകൂടി യാത്രകൾ കൂടുതലാണ്, വളരെയധികം യാത്രകളാണ്. ഉറക്കം പ്രോപ്പറായിട്ട് നടക്കുന്നില്ല, കൃത്യമായ ഒരു ടൈം ടേബിൾ പാലിക്കാൻ സാധിക്കുന്നില്ല, അതുപോലെ നല്ല തിരക്കാണ്. ഇപ്പോൾ ഇന്നത്തെ കാര്യം തന്നെ എടുത്താൽ, ഞാൻ രാവിലെ ഇവിടെ വന്നു, അത് കഴിഞ്ഞ് മൈലപ്ര പള്ളിയിൽ പോയി, അത് കഴിഞ്ഞ് അരമനയിൽ പോയി കുറച്ച് കാര്യങ്ങൾ ചെയ്തു, വീണ്ടും ഇവിടെ വന്നു. അപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഒരു കൊച്ചമ്മയുടെ പിതാവ്
കോട്ടയത്ത് നിര്യാതനായി. അപ്പോൾ ഇവിടുത്തെ ഇത് കഴിഞ്ഞിട്ട് സന്ധ്യാനമസ്കാരം കഴിഞ്ഞിട്ട് രാത്രിയിൽ ഇനി ഞാൻ കോട്ടയത്ത് വാകത്താനത്ത് പോയി അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് രാത്രി തിരിച്ചു വന്ന് കിടക്കുമ്പോൾ എത്ര സമയമാകും? പക്ഷേ എപ്പോൾ കിടന്നാലും രാവിലെ 4:30 എഴുന്നേക്കണം, 5 മണിക്ക് നമസ്കാരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉറക്കം കൃത്യമായിട്ട് കിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ചില പ്രതിസന്ധികളുണ്ട്. പിന്നെ കാറിലൊക്കെ ഇരുന്ന് കുറച്ച് ഉറങ്ങും, അതുകൊണ്ട് ഉറക്കമൊന്നും പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. എങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമായി ഈ മിനിസ്ട്രി. ഞാൻ ഒരിക്കലും ഇതുവരെ ആയിട്ടും അച്ഛനായി പോയല്ലോ അല്ലെങ്കിൽ തിരുമേനിയായി പോയല്ലോ എന്ന് പറഞ്ഞ് റിഗ്രറ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണിതെന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുന്നു. തിരുമേനിക്ക് ഇഷ്ടപ്പെട്ട ഫുട്ബോൾ പ്ലെയർ ആരാണ്? എനിക്കിഷ്ടപ്പെട്ട ഫുട്ബോൾ പ്ലെയർ റൊണാൾഡോ, മെസ്സി. അത് കേട്ടിട്ടില്ലേ? റൊണാൾഡോ ഈസ് ഫോർ മെൻ, മെസ്സി ഈസ് ഫോർ വിമൻ. അത് കേട്ടിട്ടില്ലേ നിങ്ങൾ? സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മെസ്സിയാണെന്ന് പറയാറുണ്ട്, പുരുഷന്മാർക്ക് റൊണാൾഡോ. എനിക്കെന്തായാലും രണ്ടും ഇഷ്ടമാണ് കേട്ടോ, രണ്ടുപേര്. അടുത്ത ചോദ്യം, തിരുമേനിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നിറഞ്ഞ നിമിഷം ഏതാണ്? ഈ നിമിഷം ഇപ്പോഴത്തെ ഭയങ്കര സന്തോഷമല്ലേ എനിക്ക്. ഈ നിമിഷം ഭയങ്കര, ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ കുട്ടികളോട് യുവാക്കളോടൊക്കെ സംവേദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള നിമിഷങ്ങളാണ് ഇത്. പിന്നെ കുറച്ചുകൂടെ ആൾ കൂടിപ്പോയി, എനിക്ക് പുറകിരിക്കുന്നവരുടെ ഒന്നും മുഖം കാണുന്നുമില്ല. കുറച്ചുകൂടെ ഒരു ക്ലോസ് കമ്മ്യൂണിറ്റി ആണെങ്കിൽ അവരുമായിട്ട് സംസാരിച്ചിരിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത് കൂദാശകൾ നിർവഹിക്കുന്ന, വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് പോലൊരു സന്തോഷം എനിക്ക് വേറെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം എൻ്റെ സന്തോഷത്തിൻ്റെ കാര്യങ്ങളാണ്. വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതും കൂദാശകൾ ചെയ്യുന്നതും അതുപോലെ തന്നെ കുട്ടികളോടൊട്ട് സഹവസിക്കുന്നതും എല്ലാം എനിക്കിഷ്ടമുള്ള കാര്യമാണ്. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അങ്ങനെ ഞാൻ അധികം ചെയ്യാറില്ല. എനിക്കിഷ്ടമുള്ള കാര്യങ്ങളെ ഞാൻ സാധാരണ ചെയ്യാറുള്ളൂ. തിരുമേനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല തിരുമേനിയുടെ ജീവിതത്തിൽ മാതൃകയായ തിരുമേനി ആരാണ്? തിരുമേനി ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് 2 തിരുമേനിമാരാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ ജീവിതത്തിൽ. ഒന്ന് ദാനിയേൽ മാർ പീലക്സിനോസ് തിരുമേനിയും മറ്റേത് ഫിലിപ്പോസ് മാർ യൗസേബിയസ് തിരുമേനിയുമാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ ഞാൻ ഏറ്റവും കൂടുതൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ളത്. അതിൽ ദാനിയേൽ മാർ പീലക്സിനോസ് തിരുമേനി എൻ്റെ വല്യപ്പൻ്റെ സഹോദരനായതുകൊണ്ട് അങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നു. ഫിലിപ്പോസ് മാർ യൗസേബിയസ് തിരുമേനി ആയിരുന്നു എൻ്റെ മെൻറ്റർ, ഗുരു, അപ്പൻ ഒക്കെ ആയിരുന്നു. അങ്ങനെയുള്ള ഒരു ആഴമായിട്ടുള്ള ബന്ധം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞാൻ കണ്ടിട്ടുമില്ല, നമ്മളാരും കണ്ടിട്ടില്ല. പക്ഷേ പരിശുദ്ധ പരുമല തിരുമേനി എന്ന് പറയുന്നത് ഞാൻ എന്നും എപ്പോഴും ഒരു ദിവസം ഒരു നേരവും 2 നേരവും ഒന്നുമല്ല, ഞാൻ പരുമല തിരുമേനിയുടെ മധ്യസ്ഥത അണയ്ക്കുന്ന ഒരാളാണ്. അത് ഈ മലങ്കര സഭയിലെ മിക്കവാറും എല്ലാവരും തന്നെ അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിചാരം. അപ്പോൾ അതുകൊണ്ട് പരുമല തിരുമേനിയൊക്കെ ആണെങ്കിലും എപ്പോഴും എൻ്റെ ഹൃദയത്തിലുള്ള തിരുമേനിമാരാണ്. തിരുമേനി സ്വാധീനിച്ച ഗുരുവാരാണ്? അധ്യാപകർ മാത്തൂ സ്കൂളിൽ പഠിപ്പിച്ച 2-3 അധ്യാപകരുണ്ട്. അത് നമ്മുടെ കൊച്ചിലെ വല്ലാതെ, എനിക്കറിയത്തില്ല നിങ്ങൾക്കൊക്കെ അങ്ങനെ ടീച്ചർമാരുമായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്കിപ്പോൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സാറാമ്മ ടീച്ചർ, തങ്കമ്മ ടീച്ചർ, കുഞ്ഞമ്മ ടീച്ചർ, ഇവരൊക്കെ അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എങ്കിലും പക്ഷേ പിന്നെ ഞങ്ങളുടെ തോമസ് സാർ എന്ന് പറയുന്ന സാറായിരുന്നു ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ. സാറിനെ അടിച്ചിട്ടുണ്ട്, നല്ല ചൂരലായിരുന്നു അതിനൊക്കെ. എങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അവരോടൊക്കെ ഭയങ്കരമായി നമുക്ക് ഇഷ്ടം തോന്നുന്ന അധ്യാപകർ. അവരൊക്കെ ഞങ്ങളെ പാഠം പഠിപ്പിക്കുക മാത്രമൊന്നുമല്ല, ഞങ്ങൾക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രമൊന്നുമല്ല അവർ പഠിപ്പിച്ചു. അവരൊക്കെ നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. സാറാമ്മ ടീച്ചറൊക്കെ, ഞാൻ തിരുമേനിയൊക്കെ അതിന് ശേഷം 2 പ്രാവശ്യം എന്നെ കാണണമെന്നൊക്കെ പറയുകയും ഞാൻ പോയി കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ അറ്റാച്ച്മെൻ്റ് ഉണ്ട് എൻ്റെ ടീച്ചേഴ്സുമായിട്ട്. സൺഡേ സ്കൂൾ ടീച്ചേഴ്സിലാണെങ്കിൽ ഞങ്ങളുടെ മാത്തൂർ പള്ളിയിലെ BV ഇടുക്കള രാജൻ കുട്ടിച്ചായൻ, അഭിയച്ഛൻ്റെ വല്യപ്പച്ചൻ, അതൊക്കെ നമ്മളെ അങ്ങനെ പാഠം പഠിപ്പിച്ച് നിർത്തിയതൊന്നും മാത്രമല്ല, അവരൊക്കെ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തിയ ആളുകളാണ്. അപ്പോൾ അവരെയൊക്കെ ഒരിക്കലും നമ്മൾ വിസ്മരിക്കത്തില്ല. തിരുമേനി എത്രാമത്തെ വയസ്സിലാണ് പരിശുദ്ധ മദ്ബഹായിൽ പ്രവേശിച്ചത്? 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്. 8ാം ക്ലാസ്സിലെ ക്രിസ്മസ്, എത്ര വയസ്സായി ഷാജു എനിക്ക് മുമ്പേ കയറി. 13ാമത്തെ വയസ്സിൽ ഞാൻ മദ്ബഹായിൽ കയറി. പക്ഷേ 5ാം ക്ലാസ്സിൽ പഠിച്ചു 10 വയസ്സായപ്പോൾ പിടിച്ചു നിർത്തി രായൻകുട്ടിച്ചാൻ മുമ്പിൽ. അത് നിങ്ങളിപ്പം മദ്ബഹായിൽ കയറുന്ന പോലെ അല്ല. ഇപ്പം മദ്ബഹായിൽ കയറുന്നത് എങ്ങനെയാണ്? തിരുമേനി വരുന്നതെന്ന് പറയുന്നതിനെ തലേന്ന് അച്ഛൻ വിളിക്കും, അച്ഛാ തിരുമേനി 2 പേരെ മദ്ബഹായിൽ കയറ്റാമോ എന്ന്. ഞങ്ങളങ്ങനെ അല്ലായിരുന്നു. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട് നിന്നപ്പോഴും വല്യപ്പൻ്റെ കൂടെ പുറകിലാണ് നിന്നുകൊണ്ടിരുന്നത്.
ആ രായൻകുട്ടിച്ചായൻ വന്ന അപ്പൻ്റെ കയ്യിൽ നിന്ന് വല്യപ്പൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് വലിച്ച് മുന്നേ കൊണ്ട് നിർത്തിയിട്ട് 5ാം ക്ലാസ്സിൽ പറഞ്ഞു ഇനി മുതൽ ഇവിടെ നിൽക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ 5ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ ഏറ്റവും മുമ്പിൽ നിന്ന് രാവിലെ നമസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് വരണം, കുർബാന കഴിഞ്ഞ് പോസ്റ്റ് കമ്മ്യൂണിയനും കഴിഞ്ഞ് പോകാം. എന്നിട്ട് ഞങ്ങളെ എല്ലാം കൂടെ വിളിച്ചുകൊണ്ട് കാറെ സ്വന്തം രായൻകുട്ടിച്ചാൻ്റെ സ്വന്തം ചിലവിൽ മുള്ളനിക്കാട് പള്ളി, ഓമല്ലു പള്ളി, പ്രക്കാനം പള്ളി ഇവിടെയൊക്കെ പോവുക. കാരണം എന്താ, മാത്തുപ്പള്ളി മാത്രമല്ല നിങ്ങൾ കാണേണ്ടത്. അങ്ങനെ ഞാൻ ഈ പള്ളിയിലൊക്കെ എപ്പോഴും പല പ്രാവശ്യം വന്നിട്ടുള്ള. അപ്പോൾ അങ്ങനെ പരിസരത്തുള്ള പള്ളികളിലെ ആരാധന എങ്ങനെയാണ്, അവിടുത്തെ രീതി എങ്ങനെയാണ്, ഇങ്ങനെ നമ്മളെ കൊണ്ടു നടന്ന് പരിശീലിപ്പിച്ച ആളുകളാണ് അവരൊക്കെ. അതുകൊണ്ട് രായൻകുട്ടിച്ചാൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തിയ ആളുകളാണ്. തിരുമേനി മാമോദീസ മുക്കിയത് ആരാണ്? മാമോദീസ മുക്കിയത് നമ്മുടെ പുത്തമ്പടിയിലെ അച്ഛൻ്റെ പേരെന്തുവാ, നമ്മുടെ പുത്തമ്പടിയിൽ തൈക്കൂട്ടത്തിലച്ഛനാണ്. നമുക്കറിയത്തില്ല, വീട്ടിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. കോശിയച്ഛന് തൈക്കൂട്ടത്തിലെ അച്ഛനാണ് എന്നെ മാമോദീസ. തൈക്കൂട്ടത്തിലച്ഛനാണെന്നുള്ളത് എനിക്കറിയാം, കാരണം ഞാൻ കുർബാനയിൽ അച്ഛന് പേര് ഓർക്കാറില്ല. തൈക്കൂട്ടത്തിലച്ഛൻ എന്ന് പറഞ്ഞ് എന്നെ മാമോദീസ മുക്കിയ അച്ഛനെ ഞാൻ ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് തിരുമേനിയുടെ ജീവിതത്തിൽ സങ്കടം വന്ന എന്തെങ്കിലും നിമിഷങ്ങളുണ്ടോ? അങ്ങനെ എനിക്കൊരു ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ട് അങ്ങനെ വലിയ ദുഃഖങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു വലിയ ദുഃഖത്തിൻ്റെ അവസ്ഥയിലൊന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ബേസിക്കലി ഞാൻ ഈ ലൈഫ് ശരിക്കും എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ എൻ്റെ ഒരു ഫിലോസഫി ഓഫ് ലൈഫാണ്. വഴക്കുണ്ടാക്കിയും കരഞ്ഞും ദേഷ്യപ്പെട്ടും ഒന്നും ഇരിക്കാനുള്ളതല്ല ലൈഫെന്നാണ് എൻ്റെ ഒരു ഫിലോസഫി. നിങ്ങളെന്നെ കണ്ടിട്ടില്ലേ, അഡ്മിനിസ്ട്രേഷൻ വന്നതോടുകൂടി അല്പമെങ്കിലും എൻ്റെ ചിരിയൊന്ന് മാഞ്ഞിട്ടുള്ളത്. അത് ഭരണം വരുന്നുണ്ടെങ്കിൽ ഇച്ചിരി ചിരിയൊക്കെ മാഞ്ഞു. അതർവൈസ് നിങ്ങൾ എന്നെ എപ്പോൾ കണ്ടാലും നിങ്ങൾക്കറിയാം, ഞാൻ എല്ലാവരെയും ഒരു പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി കാണുകയും സമീപിക്കുകയും ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ്. ബേസിക്കലി എൻ്റെ ഫിലോസഫി ഓഫ് ലൈഫ് അത് തന്നെയാണ്. അതിൻ്റെ കാരണം ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്, ഇഫ് യു സ്മൈൽ പീപ്പിൾ അറൗണ്ട് വിൽ സ്മൈൽ, ഇഫ് യു ഡോണ്ട് സ്മൈൽ പീപ്പിൾ അറൗണ്ട് കനോട്ട് സ്മൈൽ. നിങ്ങൾ പുഞ്ചിരിക്കുന്നവരാണോ, നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്നവർ പുഞ്ചിരിക്കും. നിങ്ങൾ പുഞ്ചിരിക്കാത്തവരാണോ, നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്നവർക്ക് പുഞ്ചിരിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഒരു പുഞ്ചിരി സമ്മാനിച്ച് ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നതിനെക്കാട്ടും വലിയ സമ്പാദ്യം എന്താണ് ഇവിടെ? അത് നിങ്ങൾ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ധാരാളം കുഞ്ഞുങ്ങൾ തിരുമേനിയിൽ ആകർഷണമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു ചോദ്യം വന്നിരിക്കുന്നത്, തിരുമേനിയാകാൻ ആഗ്രഹിക്കുന്നതിന് എന്ത് ചെയ്യണോ? തിരുമേനിയാകാൻ നിങ്ങളിപ്പോൾ അങ്ങനെ ആഗ്രഹിക്കേണ്ട. നിങ്ങളൊരു വൈദികനാകാൻ ആഗ്രഹിക്കുക. തിരുമേനിയാകാൻ ആഗ്രഹിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ അങ്ങനെ ഒരു ആഗ്രഹമാണെങ്കിൽ പ്രാർത്ഥിക്കുക. പക്ഷേ ഇതെല്ലാം ഞാൻ പറഞ്ഞത്, വൈദികനാകുന്നതിനും തിരുമേനിയാകുന്നതിനും ഒക്കെ ഒരു ദൈവവിളിയും അതിനനുസരിച്ചുള്ള ഒരു ജീവിതക്രമവും ഒക്കെ ഉണ്ടാക്കണം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആദ്യം നിങ്ങളൊരു നല്ല വൈദികനാകാൻ ആഗ്രഹിക്കുക. ഈ പ്രാർത്ഥന ഇതെല്ലാം ഇപ്പോൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് എല്ലായിടത്തും ഇടുന്നതുകൊണ്ട് അത് പറയുന്നത് എങ്ങനെ പേഴ്സണലാണ്. ഇതല്ല, ഞാൻ കുട്ടികളോട് സ്വകാര്യ സംഭാഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാനെങ്ങനെ അച്ഛനായെന്നറിയാമോ? ദൈവത്തിൻ്റെ പ്ലാനാണ്. പക്ഷേ എൻ്റെ വല്യപ്പൻ്റെ പ്രാർത്ഥന എൻ്റെ ചെവി കൂടെ കയറി എൻ്റെ ഹൃദയത്തിൽ പതിച്ചതാണ് ഇതിൻ്റെ പ്രധാന ഒരു കാരണം. എനിക്ക് 2 മാസം പ്രായമായപ്പോൾ എൻ്റെ അപ്പനും അമ്മയും എൻ്റെ വല്യപ്പനെ ഏൽപ്പിച്ചിട്ട്, എൻ്റെ അപ്പൻ ഇന്ത്യൻ എയർഫോഴ്സിലായിരുന്നു, അവർ ജോലിക്ക് പോയി. എൻ്റെ വല്യപ്പൻ്റെ കൂടെയാണ് ഞാൻ കിടന്നതും ജീവിച്ചതുമെല്ലാം. അപ്പോൾ വല്യപ്പൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. അത് ഞാൻ എത്ര തവണ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല, 1000കണക്കിന് തവണ കേട്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിലെ പേര് ബിനു എന്നായിരുന്നു. ബിനുവിനെ ആത്മനിറവുള്ളൊരു പുരോഹിതനാക്കണമേ, അവൻ്റെ കയ്യിൽ നിന്ന് തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാൻ എനിക്ക് ഭാഗ്യം നൽകണമേ. വല്യപ്പൻ്റെ പ്രാർത്ഥന രാവിലെയും വൈകിട്ടും ഇത് കേൾക്കും. ബിനുവിനെ ആത്മനിറവുള്ളൊരു പുരോഹിതനാക്കണമേ, അവൻ്റെ കയ്യിൽ നിന്ന് തിരുശരീര രക്തങ്ങൾ അനുഭവിക്കാൻ എനിക്ക് ഭാഗ്യം നൽകണമെന്ന്. ഇതെൻ്റെ കാതുകളിലൂടെ കയറി ഹൃദയത്തിൽ തറച്ചതാണെന്നാണ് എൻ്റെ ഒരു വിചാരം. അപ്പോൾ അങ്ങനെ ഒരു അന്തരീക്ഷം ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. ഇപ്പോഴത്തെ പല കുട്ടികളും പറയും, അപ്പൻ്റെ അമ്മയുടെ ആബ്സെൻസാണ് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അപ്പൻ്റെ അമ്മയുടെ ചെറുപ്പത്തിൽ എൻ്റെ സാന്നിധ്യമേ ഉണ്ടായിട്ടില്ല. ഞാൻ വല്യപ്പൻ്റെ കൂടെ ജീവിച്ചത്. വല്യമ്മയില്ലായിരുന്നു. ഞാൻ ഉണ്ടാകുന്നതിനൊക്കെ വളരെ മുമ്പേ എൻ്റെ വല്യമ്മ മരിച്ചു പോയത്. അപ്പോൾ വല്യപ്പനും പിന്നെ എൻ്റെ പപ്പായുടെ ജ്യേഷ്ഠൻ്റെ ഭാര്യ അമ്മച്ചി അവരുണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടെ ശരിക്കും പറഞ്ഞാൽ ബാല്യകാലമൊക്കെ നമ്മളെ പലപ്പോഴും നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ അമ്മയുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അമ്മ ഇടയ്ക്കിടയ്ക്ക് വെക്കേഷന് അപ്പൻ്റെ കൂടെ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ വീട്ടിലെ ഒരു അന്തരീക്ഷമുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര ഈസി അല്ല ഇത്. നമുക്കൊരു എൻവയോൺമെൻറ്റ് ആവശ്യമുണ്ട്. ആ എൻവയോൺമെൻറ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട എൻവയോൺമെൻറ്റ് വീടാണ്.
എനിക്ക് 2 എൻവയോൺമെൻറ്റ് എൻ്റെ വളരെ ഫേവറബിളായിട്ടുള്ള 2 എൻവയോൺമെൻറ്റ്സ് എനിക്ക് 2 അന്തരീക്ഷങ്ങൾ ലഭിച്ചു. അതൊന്ന് എൻ്റെ കുടുംബവും 2 എൻ്റെ മാത്തൂർ പള്ളിയുമാണ്. ആ രണ്ടിടത്തും വൈദികനാകാനായിട്ടുള്ള എല്ലാ അന്തരീക്ഷവും ഉള്ള ഒരവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയി വരുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു എഞ്ചിനീയറാകാം, ഒരു ഡോക്ടറാകാം എന്ന് പറയുന്ന പോലെ ഒരു അച്ഛനായേക്കാമെന്നൊന്നും ചിന്തിക്കില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടതായിട്ടുള്ള അന്തരീക്ഷങ്ങൾ ഉണ്ടാകണം, ആ ദൈവത്തിൻ്റെ വിളി ഉണ്ടാകണം, അത് നമ്മൾ കേൾക്കണം, അതിനനുസരിച്ചുള്ളൊരു ജീവിതക്രമം ചിട്ടപ്പെടുത്തണം. പിന്നെ ഞാൻ ഇത് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് പറഞ്ഞതൊക്കെ എല്ലാവരും ഇതിലൂടെയൊക്കെ കേട്ടിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ മാത്തൂർ ഗ്രാമമാണ് എന്നെ സംരക്ഷിച്ച് പിടിച്ചത്. വഴിതെറ്റിപ്പോകാതെ, തെറ്റ് ചെയ്യാതെ. അവർക്കെല്ലാവർക്കും ഒരു റോളുണ്ടെന്ന് ഞാൻ പറയും. അവരെല്ലാവരും കൂടെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു റോൾ ഇപ്പോൾ ഇല്ല. നിങ്ങളുടെ അപ്പനും അമ്മയും സമ്മതിക്കത്തില്ല വേറൊരാളും നിങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കാനോ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഒന്ന് വഴക്ക് പറയാനൊന്നും ആരുമില്ല. ഞങ്ങളുടെ പള്ളിയിൽ ഞങ്ങളെ വഴക്ക് പറയുമായിരുന്നു, ഞങ്ങളെ അടിക്കുമായിരുന്നു, നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് നമ്മളെ ഉപദേശിക്കുമായിരുന്നു. ഇപ്പം നാട്ടുകാർക്ക് വല്ല റോളുണ്ടോ? പള്ളിക്ക് വല്ല റോളുണ്ടോ? നിങ്ങൾ തന്നെ അങ്ങ് വളരുകയല്ലേ. പിന്നെ നിങ്ങളുടെ അപ്പനും അമ്മയും ഒക്കെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊന്നും അങ്ങനല്ല വളർന്നത്. ഈ വഴിതെറ്റി പോകാതെ പിടിച്ചു നിർത്തിയതൊക്കെ മാത്തൂർ ഗ്രാമം എന്ന് പറയും. അതുകൊണ്ട് എനിക്ക് മാത്തൂർ എന്ന് പറയുന്നത് എൻ്റെ വലിയൊരു അവിടെ ജനിച്ചത് വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതിനകത്ത് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ ഉണ്ട്. അവരൊക്കെ പറയും നമ്മളൊരു തെറ്റിലേക്ക് പോകാതെ നമ്മളെ സംരക്ഷിച്ച് നിർത്തിയ ഒരു ഗ്രാമമാണ് മാത്തൂർ. അതുകൊണ്ട് എനിക്ക് മാത്തൂരിനോട് വലിയ കടപ്പാടാണുള്ളത്. ഒറ്റ ചോദ്യം കൂടെ ചോദിച്ച് ഈ സെഷൻ അവസാനിക്കുകയാണ്. കാരണം ഒരുപക്ഷെ നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചതിൻ്റെ ഉദ്ദേശം അഭിനന്ദ തിരുമേനിയുടെ ഭദ്രാസനമായി തുമ്പോൺ ഭദ്രാസനത്തിൽ നിർദ്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. വിശുദ്ധ ത്രോണോസിൽ വയ്ക്കാൻ അനുവാദമുള്ള ലിസ്റ്റ് ഇപ്പോൾ പല അച്ഛന്മാരും പ്രസ്താവന, കൽപ്പന, നോട്ടീസ്, ബൈബിള്, കണ്ണട, തൂവാല എന്നിവയെല്ലാം വൈദികർ തന്നെ കൊണ്ടുവയ്ക്കുന്നു. ഇത് ശരിയാണോ? അത് ശരിയല്ല. ഈ സാധനമൊന്നും വെക്കേണ്ട സ്ഥലമല്ല ത്രോണോസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ത്രോണോസിൽ വെക്കേണ്ട സാധനങ്ങൾ ക്ലിമീസ് തിരുമേനി ഇന്ന് കൃത്യമായിട്ട് പ്രസ്താവിച്ചിട്ടുണ്ട് രാവിലെ. അത് നിങ്ങൾ കേട്ടായിരുന്നോ? എന്തുവാ കേട്ടെ? കുരിശ് വേണം, 12 മെഴുകുതിരിക്കാൽ വേണം. അതിനങ്ങേപ്പുറത്തേക്കൊന്നും പാടില്ല എന്നുള്ളതാണ് ക്ലിമീസ് തിരുമേനി പറഞ്ഞത്. പിന്നെ പറഞ്ഞല്ലയോ, ഇതുപോലെ കുറേയധികം കാര്യങ്ങൾ ആഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അടിസ്ഥാന എസെൻഷ്യൽസ് തിരുമേനി ഉപയോഗിച്ച വാക്ക് അതാണ്. എസെൻഷ്യൽസ് ഇൻ ദ ഓൾട്ടർ എന്ന തിരുമേനി ഒരു വാക്ക് ഉപയോഗിച്ചല്ലോ. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു വൈദിക ബോധത്തിൻ്റെ ഭാഗമായി ഉണ്ടാകേണ്ടതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവസാനിപ്പിക്കാം. 1 മണിക്കൂർ പോയി. ഭംഗിയായിരുന്നു. ഞാൻ വിചാരിച്ചു നിങ്ങൾ ചോദ്യം ചോദിക്കുകയില്ല എന്ന്. പക്ഷെ എന്ത് സ്മാർട്ടായിട്ടാണ് നിങ്ങൾ ചോദിച്ച്. എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. കാരണം എന്താണെന്നറിയാം, ചോദ്യം ചോദിക്കാത്ത ഒരാളിനെ കുറിച്ചാണ് നമുക്ക് കൺസേൺ. ചോദ്യം ചോദിക്കുന്നുണ്ടോ ആ ആളിനെക്കുറിച്ച് തീർച്ചയായിട്ടും അയാൾ വളർച്ചയുടെ പാതയിലാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ചോദ്യം ചോദിച്ചവരെ പ്രത്യേകമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇഫ് യു ഡോണ്ട് ആസ്ക് ക്വസ്റ്റ്യൻസ് യു ഡോണ്ട് ഗ്രോ. അപ്പോൾ അതുകൊണ്ട് കീപ്പ് ഓൺ ആസ്കിങ് ക്വസ്റ്റ്യൻസ്. പക്ഷേ അതിൻ്റെ ഒരു 2ാം ഭാഗം കൂടെ ഞാൻ ആഡ് ചെയ്യേ. ഓൺലി ആൻ ഇൻ്റലിജൻറ്റ് പേഴ്സൺ ക്യാൻ ആസ്ക് ഇൻ്റലിജൻറ്റ് ക്വസ്റ്റ്യൻസ്. നല്ല ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ ഒരല്പം ചിന്ത ഉള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നല്ല ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. അത് പഠനത്തിനുള്ള വളർച്ചയ്ക്കുള്ള മുഖാന്തരമായിട്ട് മാറും. നിങ്ങളെല്ലാവരും ഇവിടെ എൻ്റെ മുമ്പാകെ ഇരിക്കുന്ന ഒരാളും മധുവ വിട്ടു പോകരുത്. നിങ്ങൾ ഏത് ലെവലിൽ ഉയർന്നു പോയാലും മദ്ബഹയിൽ നിന്ന് ഇറങ്ങിപ്പോകരുത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ നിങ്ങളുടെ പള്ളിയിൽ ഇപ്പം 100 കുടുംബങ്ങളുണ്ട്. 100 കുടുംബങ്ങളുണ്ടെങ്കിൽ ഏകദേശം 3 പേര് വെച്ച് 4 പേര് വെച്ച് എന്ന് പറഞ്ഞാൽ ഒരു 300-നും 400-നും ഇടയ്ക്ക് ആളുകൾ ഉള്ളതിൽ നിന്ന് 10ഓ 25ഓ പേരെയാണ് കർത്താവ് വിളിച്ച് അങ്ങോട്ട് കയറ്റിയത്. അത് നിങ്ങളുടെ സ്പെഷ്യൽ വിളിയാണ്. മറ്റാരെയും വിളിച്ചില്ല. അത് ഉപേക്ഷിച്ച് പോകാൻ സാധിക്കുമോ നിങ്ങൾക്ക്? അതുകൊണ്ട് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പരുമലയെ എനിക്ക് അവിടെ പോകാനായിട്ടൊത്തുള്ളൂ. റോയി മുത്തൂറ്റ് അവിടെ നിന്ന് പ്രസംഗിക്കുന്നതാണ്. ഇന്നും വലിയൊരു ബിസിനസ്സുകാരനാണ്. ഇത്രയും പ്രായമുണ്ട്. ആ മനുഷ്യൻ ഇതുവരെ മധുവായി നിന്ന് പോയിട്ടില്ല. ഇത്രയും വലിയൊരു ബിസിനസ് സംരംഭകന് നമ്മുടെ ഭദ്രാസനത്തിൽപ്പെട്ട ഒരാളുടെ ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയുള്ള
മദ്ബഹ ശുശ്രൂഷകരുണ്ട് നമുക്ക്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും മദ്ബായി കയറി 10ാം ക്ലാസ് വരെ അവിടെ നിൽക്കും, അല്ലെ 12ാം ക്ലാസ് വരെ അവിടെ നിൽക്കും. കോളേജിൽ പോകുന്നതോടുകൂടി ഇത് ഉപേക്ഷിച്ച് പോകരുത്. നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നു, അതിനനുസരിച്ച് നിങ്ങൾ ജീവിക്കുക, ശുശ്രൂഷ ചെയ്യുക. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളോട് ചോദിച്ചില്ല, ഞാൻ നിങ്ങളുടെ ആരാന്ന് ചോദിച്ചില്ലേ? ഞാൻ നിങ്ങളുടെ സ്പിരിച്വൽ ഫാദറാണ്, അപ്പനാണ്. അതുകൊണ്ട് എവിടെ വെച്ച് കണ്ടാലും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വരാം, എന്നോട് സംസാരിക്കാം, എന്നോട് ചോദ്യം ചോദിക്കാം. മിക്കവാറും നിങ്ങൾ എന്നെ കാണുമ്പോഴൊക്കെ എൻ്റെ ചുറ്റുവട്ടമൊക്കെ ആളുകളൊക്കെ കാണും, എന്തെങ്കിലും ഔദ്യോഗികമായ കാര്യം കാണും. എങ്കിലും നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യമുണ്ട്. തിരുമേനി, ഞാൻ ഇന്ന പള്ളിയിലെ കുട്ടിയാണ്, അപ്പോൾ ഒരു വാക്കെങ്കിലും ഒന്ന് സംസാരിച്ചിട്ട് പോകണം, എൻ്റെ അടുത്ത് വരണം. നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ.